എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കി അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന CPO, WCPO മറ്റ് പരീക്ഷകൾക്കെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ബയോളജി എന്ന ടോപ്പിക്കിനകത്ത് മുൻകാല ചോദ്യങ്ങളെല്ലാം നമ്മൾ എടുത്തു വെച്ച് ഒന്ന് പഠിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ വായുവിനിമയവുമായി ബന്ധപ്പെട്ട തന്നിരിക്കുന്ന അളവുകളിൽ ശരിയായ തിരഞ്ഞെടുക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ വായുവിനിമയവുമായി ബന്ധപ്പെട്ട തന്നിരിക്കുന്ന അളവുകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത് ശ്വസന വ്യാപ്തം 1100 മുതൽ 1200 ml വരെ. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം 2500 മുതൽ 3000 ml വരെ. നിശ്വാസ സംഭരണ വ്യാപ്തം 1000 മുതൽ 1100 ml വരെ. ശിഷ്ടവ്യാപ്തം 500 ml വരെ. അപ്പം ചോദ്യം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഏത് ടോപ്പിക്കിൽ നിന്നാണെന്ന്. അപ്പം മനുഷ്യ ശരീര വ്യവസ്ഥയിലെ ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മളിവിടെ ആദ്യത്തെ ചോദ്യം കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഒരു ഫോഴ്സ് എക്സാമിന് ചോദിച്ച മുൻകാലങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പം നമുക്ക് നോക്കാം. ശ്വസന വ്യാപ്തം, ഇതിൻ്റെ ഉത്തരം എല്ലാവരും ഒന്ന് എഴുതിക്കോ. നമ്മൾ ഉത്തരം എഴുതി എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് സ്വയമായിട്ടൊന്ന് വിലയിരുത്തുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് ഉത്തരം നോക്കാം. ഉത്തരത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം ശ്വസന വ്യാപ്തം, ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം, നിശ്വാസ സംഭരണ വ്യാപ്തം, ശിഷ്ടവ്യാപ്തം ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തത് ശ്വസന വ്യാപ്തം. ഒന്നാമത്തതാണ് ശ്വസന വ്യാപ്തം. ശ്വസന വ്യാപ്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടൈഡൽ വോളിയം എന്ന് പറയും, ഒരു സാധാരണ ഉച്ഛ്വാസത്തിൽ അകത്തേക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു സാധാരണ നിശ്വാസത്തിൽ പുറത്തേക്ക് കളയുന്നത് ഏതെങ്കിലും ഒന്നിൻ്റെ അളവാണെന്ത് ശ്വസന വ്യാപ്തം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ശ്വസന വ്യാപ്തം അല്ലെങ്കിൽ ടൈഡൽ വോളിയം എന്താ? ഒരു സാധാരണ ഉച്ഛ്വാസത്തിൽ അകത്തേക്ക് കയറുന്ന വായു അല്ലെങ്കിൽ ഒരു സാധാരണ നിശ്വാസത്തിൽ പുറത്തേക്ക് പോകുന്ന വായു ഏതെങ്കിലും ഒന്നിൻ്റെ അളവാണെന്ത് ശ്വസന വ്യാപ്തം എന്ന് പറയുന്നത്, ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അളവ് 500 ml ആണ്. അതിൻ്റെ അളവ് എത്ര? 500 ml ആണ്. അപ്പം ശ്വസന വ്യാപ്തം എന്താണെന്ന് മനസ്സിലായല്ലോ. സാധാരണ ഉച്ഛ്വാസത്തിൽ അകത്തേക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ സാധാരണ നിശ്വാസത്തിൽ പുറന്തള്ളുന്നത് ഏതെങ്കിലും ഒന്നിൻ്റെ അളവാണെന്ത് ശ്വസന വ്യാപ്തം അല്ലെങ്കിൽ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അതിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 500 ml ആണ്. ക്ലിയർ? ഉച്ഛ്വാസം എന്താണ്, നിശ്വാസം എന്താണെന്ന് അറിയാമല്ലോ. അന്തരീക്ഷ വായുവിനെ അകത്തേക്ക് എടുക്കുന്നതാണ് ഉച്ഛ്വാസം, അന്തരീക്ഷ വായു പുറന്തള്ളുന്നതാണ് നിശ്വാസം. ക്ലിയർ? ഇനി രണ്ടാമത്തെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം. നമുക്ക് അടുത്തൊരു പേജിനകത്ത് നോക്കാം. അടുത്തൊരു ടേമാണ് ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം മനസ്സിലായോ? നമുക്ക് ഉച്ഛ്വാസം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് പറയുന്നത്, അല്ലയോ? ഉച്ഛ്വാസം എങ്ങനെയൊക്കെയുണ്ട്? ഉച്ഛ്വാസം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പുറത്തേക്ക് വിടുന്നത്, ഒരു സാധാരണ നമ്മൾ സാധാരണ അകത്തേക്ക് എടുക്കുന്നതാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ സാധാരണ അകത്തേക്ക് എടുക്കുന്നതാണ് ഉച്ഛ്വാസം. ഇനി ഗാഢമായ ഉച്ഛ്വാസം ചോദിച്ചു കഴിഞ്ഞാലോ, ഗാഢമായ ഉച്ഛ്വാസം എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അതെന്താ? സാധാരണ അകത്തേക്ക് എടുക്കുന്നത് കൂടാതെ എക്സ്ട്രാ നമ്മൾ കുറച്ചെടുക്കുന്നു, അല്ലയോ? ഇനി നിശ്വാസം എന്ന് പറഞ്ഞാലോ, നിശ്വാസം എന്ന് മാത്രം തന്നു കഴിഞ്ഞാൽ അത് സാധാരണ പുറന്തള്ളുന്നത്, സാധാരണ പുറത്തേക്ക് കളയുന്നത്. ഓക്കെ, ഇനി ഗാഢമായ നിശ്വാസം ആകുമ്പോഴോ, ഗാഢമായ നിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പുറന്തള്ളുന്നത് കൂടാതെ നമ്മൾ എക്സ്ട്രായും കൂടെ വിടുന്നത്. മനസ്സിലായോ? ഡീപ് ബ്രീത്ത് ഔട്ട്, ഡീപ് ബ്രീത്ത് ഇൻ എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. ഇതാണ് ഇതിൻ്റെ നമ്മൾ ഈ പഠിക്കുന്ന ടേംസിൻ്റെ എല്ലാം ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? താണ്ടെ ആദ്യം നമ്മൾ ശ്വസന വ്യാപ്തം പറഞ്ഞു. ഒരു ഉച്ഛ്വാസത്തിൽ അകത്തേക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു നിശ്വാസത്തിൽ പുറത്തേക്ക് കളയുന്നത് ഏതെങ്കിലും ഒന്നിൻ്റെ അളവാണെന്ത്? ശ്വസന വ്യാപ്തം. അപ്പം നമുക്ക് ഇതിനെ നമുക്കൊന്ന് മാറ്റി ഇങ്ങനെ എഴുതിക്കൂടായോ, ടൈഡൽ വോളിയം എന്ന്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സാധാരണ പുറത്തേക്ക് കളയുന്നത് അതിനെ നമുക്ക് എന്തെഴുതാം?
ടൈഡൽ വോളിയം എന്ന് എഴുതാം അല്ലയോ. അപ്പോൾ ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് എന്താക്കി ടൈഡൽ വോളിയം എന്ന് എഴുതി. ശരിയല്ലയോ? സാധാരണ അകത്തേക്ക് എടുക്കുന്ന 500 ml, സാധാരണ പുറത്ത് കളയുന്ന 500 ml, ഏതെങ്കിലും ഒന്നിൻ്റെ വാല്യൂ ആണ് ശ്വസന വ്യാപ്തം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടേം നോക്കുന്നു. എന്താ? ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എടുക്കുന്ന 500 ml കൂടാതെ, സാധാരണ അകത്തേക്ക് എടുക്കുന്ന 500 ml കൂടാതെ അധികമായി ഒരു ഗാഢമായ ഉച്ഛ്വാസത്തിൽ അധികമായി എടുക്കുന്ന വായുവിൻ്റെ അളവ്, സാധാരണ എടുക്കുന്നത് കൂടാതെ അധികമായി എടുക്കുന്ന വായുവിൻ്റെ അളവ്, എക്സ്ട്രാ എടുക്കുന്ന വായുവിൻ്റെ അളവ്, അതാണ് ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ എന്തെടുക്കുന്നുണ്ട്? 500 കൂടാതെ എന്തെടുക്കുന്നുണ്ട്? എക്സ്ട്രാ കുറച്ചെടുക്കുന്നുണ്ട് അല്ലയോ? എക്സ്ട്രാ കുറച്ചെടുക്കുന്നുണ്ട്. അതാണ് ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം, അല്ലെങ്കിൽ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, നമ്മൾ IRV എന്നൊക്കെ പറയും. ക്ലിയർ? താണ്ടേ നമ്മൾ നേരത്തെ എഴുതിയതിനകത്ത് അതല്ലയോ ഈ പറഞ്ഞ ഗാഢമായ ഉച്ഛ്വാസത്തിൽ നോക്കിയേ, സാധാരണ എടുക്കുന്ന 500 ml കൂടാതെ അധികമായി എടുക്കുന്ന വായുവിൻ്റെ അളവ്. അപ്പോൾ ഈ IRV അല്ലെങ്കിൽ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ എന്തുവാ? അധികമായി എടുക്കുന്നതിൻ്റെ അളവല്ലയോ. അപ്പോൾ ഇതിനെ എനിക്ക് മായ്ച്ചിട്ട് എന്ത് എഴുതാം? IRV എന്ന് എഴുതാം. ഇവിടെ നമ്മൾ എങ്ങനെ എഴുതാം? എനിക്ക് TV പ്ലസ് IRV എന്ന് എഴുതാം അല്ലയോ. എക്സ്ട്രാ വാല്യൂ ആണ് IRV എന്ന് പറയുന്നത്, എക്സ്ട്രാ എടുക്കുന്നത് മാത്രം. ഓക്കെ, അതേപോലെ തന്നെ നോക്കിയാൽ മതി നിശ്വാസ സംഭരണ വ്യാപ്തം. അടുത്ത ടേമാണ് നിശ്വാസ സംഭരണ വ്യാപ്തം. നിശ്വാസ സംഭരണ വ്യാപ്തം അല്ലെങ്കിൽ എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അതെന്താ? നമ്മൾ സാധാരണ പുറത്തേക്ക് കളയുന്ന 500 ml കൂടാതെ, സാധാരണ പുറത്തേക്ക് കളയുന്ന 500 ml കൂടാതെ എക്സ്ട്രാ എന്തോരം നമ്മൾ വിടുന്നു. ഒരു ഗാഢമായ നിശ്വാസത്തിൽ എക്സ്ട്രാ നമ്മൾ എന്തോരം വിടുന്നു, ആ എക്സ്ട്രാ വാല്യൂവിൻ്റെ അളവ് മാത്രമാണ് എന്ത്? നിശ്വാസ സംഭരണ വ്യാപ്തം അല്ലെങ്കിൽ എക്സ്പിറേറ്ററി റിസർവ് വോളിയം. നമ്മൾ ERV എന്ന് പറയും. മനസ്സിലായോ? അതിൻ്റെ അത് നമ്മൾ ഇവിടെ ഒന്ന് മാറ്റി എഴുതാൻ നോക്കാം. സാധാരണ TV, സാധാരണ കൂടാതെ എക്സ്ട്രാ വിടുന്നത്, എക്സ്ട്രാൻ്റെ വാല്യൂ മാത്രമാണ് ERV. അപ്പോൾ ഇതും നമുക്കൊന്ന് മായ്ച്ച് എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? TV പ്ലസ് ERV എന്ന് എഴുതാം അല്ലയോ. TV പ്ലസ് ERV എന്ന് പറഞ്ഞ് എഴുതാം. ക്ലിയർ ആണോ? കാര്യം മനസ്സിലായല്ലോ? ഇതാണ് ഉച്ഛ്വാസ സംഭരണ വ്യാപ്തവും നിശ്വാസ സംഭരണ വ്യാപ്തവും. ഇനി നമ്മൾ നോക്കാനുള്ളത് അതിൻ്റെ വാല്യൂസ് ആണ്. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ആണ് 2500 മുതൽ 3000 ml വരെയാണ് അതിൻ്റെ വാല്യൂ. അതേപോലെ തന്നെ നിശ്വാസ സംഭരണ വ്യാപ്തത്തിൻ്റെ അളവ് ചോദിച്ചു കഴിഞ്ഞാലോ 1000 മുതൽ 1200 വരെയാണ്, 200 ml വരെയാണ് നിശ്വാസ സംഭരണ വ്യാപ്തം. 1100 വരെയാണ് നിശ്വാസ സംഭരണ വ്യാപ്തം. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? അപ്പോൾ 3 ടേംസ് നമ്മൾ പഠിച്ചു. ശ്വസന വ്യാപ്തം, ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം, നിശ്വാസ സംഭരണ വ്യാപ്തം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്വസന ശേഷിയാണ്, ഉച്ഛ്വാസ ശേഷി. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയും. ഉച്ഛ്വാസ ശേഷി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയും. മനസ്സിലായോ? ഒരു സാധാരണ നിശ്വാസത്തിന് ശേഷം എത്ര നമുക്ക് എടുക്കാൻ പറ്റും, എത്ര നമ്മൾ അകത്തേക്ക് എടുക്കുന്നു, അതിൻ്റെ അളവാണ് എന്ത്? ഉച്ഛ്വാസ ശേഷി. അതാണ് നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കപ്പാസിറ്റി, അതാണ് ഇൻസ്പിറേഷൻ കപ്പാസിറ്റി. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ അളവ് നമ്മൾ ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ എഴുതാം? അതല്ലയോ നമ്മൾ ഇവിടെ എഴുതിയേക്കുന്ന ഗാഢമായ ഉച്ഛ്വാസം. നമുക്ക് ഒരു സാധാരണ നിശ്വാസത്തിന് ശേഷം നമുക്ക് എന്തോരം എടുക്കാം? ഒരു 500 ml എടുക്കാം, മാക്സിമം നമുക്ക് എടുക്കാം അല്ലയോ. മാക്സിമം ഡീപ് ബ്രീത്തിലൂടെ എക്സ്ട്രായും നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും ചേരുന്നതാണ് എന്ത്? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇതാണ് നമ്മുടെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ അളവ് ചോദിക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? TV പ്ലസ് IRV എന്ന് എഴുതാം. ക്ലിയർ? ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിശ്വാസ ശേഷിയുടെ ഡെഫിനിഷൻ വന്നു കാണും. എക്സ്പിറേറ്ററി കപ്പാസിറ്റിയുടെ ഡെഫിനിഷൻ നിങ്ങളുടെ മൈൻഡിൽ വന്നു കാണും. എന്താണ് നിശ്വാസ ശേഷി അല്ലെങ്കിൽ എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയും. എക്സ്പിറേറ്ററി കപ്പാസിറ്റിയുടെ എന്തുവാ? സാധാരണ എടുക്കുന്നത് ഒരു സാധാരണ ഉച്ഛ്വാസത്തിന് ശേഷം എത്ര നമുക്ക് പുറത്തേക്ക് കളയാം, സാധാരണ നമ്മൾ അകത്തേക്ക് എടുക്കുന്നതിന് ശേഷം എത്ര നമുക്ക് പുറത്ത് കളയാം, അതാണ് എന്ത്? നിശ്വാസ ശേഷി എന്ന് പറയുന്നത്. മനസ്സിലായോ? അയാൾക്ക് എക്സ്പയർ ചെയ്യാൻ പറ്റുന്ന അയാളുടെ കപ്പാസിറ്റി. അതല്ലേ നമ്മളിവിടെ എഴുതിയേക്കുന്ന ഗാഢമായ നിശ്വാസം. ഒരു ഇൻഹെയിൽ എടുത്തതിന് ശേഷം, അതായത് നമ്മൾ 1 ശ്വാസം അകത്തേക്ക് എടുത്തതിന് ശേഷം എനിക്ക് 500 ml അല്ല,
എക്സ്ട്രായും കൂടെ ചേർത്താൽ എനിക്ക് പുറത്ത് വിടാൻ പറ്റും അല്ലയോ. അപ്പോൾ അതാണ് ടി വി പ്ലസ് ഇ ആർ വി, അതാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ എഴുതാം, ടി വി പ്ലസ് ഇ ആർ വി എന്ന് എഴുതാം, ടി വി പ്ലസ് ഇ ആർ വി എന്ന് എഴുതാം. ക്ലിയർ. അപ്പോൾ നമ്മൾ എത്ര ടേംസ് പഠിച്ചു? ശ്വസന വ്യാപ്തം, ഉച്ഛ്വാസ സംഭരണ നിശ്വാസ സംഭരണ ഉച്ഛ്വാസശേഷി, നിശ്വാസശേഷി. ക്ലിയർ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ശിഷ്ടവ്യാപ്തം. അടുത്ത് നമ്മൾ പഠിക്കുന്നു ശിഷ്ടവ്യാപ്തം. നമുക്ക് വേറെ മഷി എടുക്കാം. അടുത്ത് നമ്മൾ പഠിക്കുന്നു ശിഷ്ടവ്യാപ്തം. ശിഷ്ടവ്യാപ്തം ഇതും ചോദിക്കുന്നതാണ്. ശിഷ്ടവ്യാപ്തം, ശിഷ്ടം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ബാലൻസ് വരിക. എവിടെ ബാലൻസ് വരുന്നു? ലങ്സിനകത്ത് ബാലൻസ് എന്തോരം വരുന്നു? ലങ്സിനകത്ത് ബാലൻസ് എന്തോരം വരുന്നു? ഇനി ഡെഫിനേഷൻ ശ്രദ്ധിച്ചു കേട്ടോ. ഗാഢമായ നിശ്വാസത്തിന് ശേഷം, ഒരു ഗാഢമായ നിശ്വാസത്തിന് ശേഷം ശ്വാസകോശത്തിൽ അവശേഷിക്കുന്ന വായുവിൻ്റെ അളവാണ് ശിഷ്ടവ്യാപ്തം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഗാഢമായ നിശ്വാസത്തിന് ശേഷം, ഗാഢമായ നിശ്വാസത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പുറത്തു പോയി? ടി വി പോയി, ഇ ആർ വി പോയി. ഗാഢമായ നിശ്വാസത്തിന് ശേഷമില്ല, അപ്പോൾ എന്തൊക്കെ പുറത്തു പോയേ? ടി വിയും ഇ ആർ വിയും പോയി, ടി വിയും പോയി, ഇ ആർ വിയും പോയി. ബാക്കി എന്തോരമുണ്ട്? ബാക്കി ലങ്സിൽ അടങ്ങിയിട്ടുള്ള വായു, അതാണ് ആർ വി, റെസിജ്വൽ വോളിയം അല്ലെങ്കിൽ ശിഷ്ടവ്യാപ്തം എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. വാല്യൂ എന്താ? 1100 ml തൊട്ട് 1200 ml വരെയാണ് അതിൻ്റെ അളവെന്ന് പറയുന്നത്. മനസ്സിലായോ? 1100 ml തൊട്ട് 1200 ml വരെയാണ് ശിഷ്ടവ്യാപ്തത്തിൻ്റെ ജോലി. പഠിച്ചോ? അപ്പോൾ ശിഷ്ടവ്യാപ്തം പഠിച്ചല്ലോ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ജീവധർമ്മ ശിഷ്ടവ്യാപ്തം. ജീവധർമ്മ ശിഷ്ടവ്യാപ്തം. ജീവധർമ്മ ശിഷ്ടവ്യാപ്തം. ജീവധർമ്മ ശിഷ്ടവ്യാപ്തം ഫങ്ഷണൽ റെസിജ്വൽ വോളിയം എന്ന് പറയും ഇംഗ്ലീഷിൽ. ഫങ്ഷണൽ റെസിജ്വൽ വോളിയം. ഇത് NCERT കൊടുത്തിട്ടുള്ള ടേംസുകളാണ്. ഇത് ഉറപ്പായിട്ട് പഠിക്കണം. മനസ്സിലായോ? ജീവധർമ്മ ശിഷ്ടവ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നോക്കാം. ശിഷ്ടവ്യാപ്തത്തിന് ഞാൻ എന്താ പറഞ്ഞേ? ഗാഢമായ നിശ്വാസത്തിന് ശേഷം. ഇവിടെ ഞാൻ എന്ത് പറയുന്നു? സാധാരണ നിശ്വാസത്തിന് ശേഷം. ഒരു സാധാരണ നിശ്വാസത്തിന് ശേഷം ബാക്കി ഇതിനകത്ത് എന്തോരമുണ്ട്? ശ്വാസകോശത്തിൽ ബാക്കി എന്തോരമുണ്ട്? അതാണ് ജീവധർമ്മ ശിഷ്ടവ്യാപ്തം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഞാൻ ഇതിൻ്റെ അളവ് പറയാം. എന്താണ്ട് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇത് ലങ്സാന്ന് വിചാരിച്ചോ. സാധാരണ നിശ്വാസത്തിന് ശേഷം, സാധാരണ നിശ്വാസം ഇല്ലയോ? അപ്പോൾ പുറത്ത് എന്തോ നമ്മൾ കളഞ്ഞേ? സാധാരണ നിശ്വാസത്തിൽ പുറത്തെന്തോ പോയേ? ടി വി മാത്രമേ പോയിട്ടുള്ളൂ അല്ലയോ? ഇവിടെ നമ്മൾ എന്തോ കളഞ്ഞേ? ടി വി ആണ് കളഞ്ഞത്. ഇനി നമുക്ക് എക്സ്ട്രായും കളയാമായിരുന്നു അല്ലയോ? എക്സ്ട്രാ ഒരു ഇ ആർ വിയും നമുക്ക് കളയാമായിരുന്നു. അതായത് ഈ ഒരു 1000 തൊട്ട് 1100 ml എന്ന് പറയുന്ന ആ അത്രയും അളവിലും നമുക്ക് വായു കളയാമായിരുന്നു. പക്ഷെ നമ്മളത് കളഞ്ഞില്ല അല്ലയോ? അത് എവിടെ തന്നെ വെച്ച്? ലങ്സിനകത്ത് വെച്ച്. അപ്പം അങ്ങനാണെങ്കിൽ ഫങ്ഷണൽ റെസിജ്വൽ വോളിയത്തിൻ്റെ അളവ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ പറയാം? അത് എങ്ങനെ? ഇ ആർ വി പ്ലസ് ആർ വി എന്ന് പറയാം അല്ലയോ? ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇ ആർ വി ഉണ്ട്, ആർ വി ഉണ്ട്. പഠിച്ചല്ലോ. അപ്പോൾ ഇത്രയും ടേംസ് ആയല്ലോ. ഇനി നമുക്ക് 2 ടേംസും കൂടെ പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. 2 ടേംസും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, 2 ടേംസ് നമുക്ക് നോക്കാം. നമുക്ക് ഒന്നാമത്തത് വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന പരമാവധി വായുവിൻ്റെ അളവ്. എങ്ങനെ? ഒന്നുകൂടെ പറയാം. ഒരു ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം, ശക്തമായിട്ട് ഞാൻ അകത്തേക്ക് ശ്വാസം എടുത്തതിന് ശേഷം ശക്തിയായി നിശ്വസിച്ചാൽ, ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ ശ്വാസം പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ, മാക്സിമം ഞാൻ പുറത്ത് കളഞ്ഞാൽ, അങ്ങനെ പുറത്തു പോകുന്ന വായുവിൻ്റെ അളവാണ് എന്ത്? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡീപ്പായിട്ട് ബ്രീത്തിൻ്റെ അടുത്ത് ഡീപ്പായിട്ട് വിടുന്നു. മനസ്സിലായോ? അതാണ് വൈറ്റൽ കപ്പാസിറ്റി. അത് പക്ഷേ പുരുഷന്മാരിലും സ്ത്രീകളിലും വ്യത്യാസമാണ്. പുരുഷന്മാരിലും സ്ത്രീകളിലും വൈറ്റൽ കപ്പാസിറ്റി എന്താ? വ്യത്യാസമാണ്. പുരുഷന്മാരിലെ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുരുഷന്മാരിൽ 4.5 ലിറ്ററും സ്ത്രീകളിൽ അത് 3 ലിറ്ററുമാണ്. മനസ്സിലായോ? ഈ വൈറ്റൽ കപ്പാസിറ്റിയിൽ നമുക്ക് ടേംസ് വെച്ച് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം, അപ്പോൾ ആരൊക്കെ കയറി? ടി വിയും ഐ ആർ വിയും കയറി ഇല്ലയോ? ടി വിയും ഐ ആർ വിയും കയറി. ശക്തിയായി നിശ്വസിക്കുമ്പോൾ, ഗാഢമായ നിശ്വാസത്തിൽ എന്തൊക്കെ പുറത്തു പോയി? ടി വിയും ഇ ആർ വിയും പോയി. നമ്മൾ ഒരു ടി വി മാത്രം എടുക്കുന്നു, ബാക്കി ഇ ആർ വി ഇവിടെ എഴുതുന്നു. അപ്പോൾ ഇതാണ് എന്ത്? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത ഒരു ടേം, ലാസ്റ്റ് ഒരു ടേമും കൂടെ പഠിക്കുന്നു. ടോട്ടൽ ലങ് കപ്പാസിറ്റി കൂടി പഠിക്കുന്നു. ഓക്കെ, ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഗാഢമായ ഉച്ഛ്വാസത്തിൻ്റെ അവസാനത്തിൽ ശ്വാസകോശത്തിൽ എന്തോരം വായു ഉൾക്കൊള്ളാൻ കഴിയുന്നു? ഒരു ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശ്വാസകോശത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി വായുവിൻ്റെ അളവാണ് നമ്മുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റി. അതായത് നമ്മുടെ ലങ്സിന് മൊത്തത്തിൽ ടോട്ടലായിട്ട് എന്തോരം വായു ഉൾക്കൊള്ളാൻ പറ്റും. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നമ്മൾ ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷമാണ്. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം നമ്മളവിടെ സ്റ്റോപ്പ് അടിക്കുന്നു, അല്ലയോ? നമ്മൾ പുറത്തോട്ടൊന്നും വായു വിടുന്നില്ല. നമ്മളിങ്ങനെ ഡീപ് ബ്രീത്തിന് ശേഷം നമ്മൾ വായു പിടിച്ചു വെച്ചേക്കുക. അപ്പം ഇത് ലങ്സിനകത്ത് എന്തോരമുണ്ട്? അതാണ് എന്ത്? ടോട്ടൽ ലങ് കപ്പാസിറ്റി. അതെങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ അളവ് രേഖപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് നോക്കാം. നമ്മുടെ ലങ്സ് ഒന്നുകൂടെ വരയ്ക്കാം. ലങ്സ് വരച്ചു കഴിഞ്ഞാൽ ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷമാണ്. അപ്പോൾ ആരൊക്കെ അകത്ത് കയറിയേ? TVയും IRVയും അകത്ത് കയറി. മനസ്സിലായോ? ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം നമ്മൾ വെച്ചോണ്ടിരിക്കുക. ശ്വാസം പുറത്ത് വിട്ടോ? ഇല്ല. വിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ പോവും? ഒരു TVയും ERVയും പുറത്തു പോകും. പക്ഷെ അതിനെ നമ്മൾ വിട്ടില്ല, ഇല്ലയോ? അതും ശ്വാസകോശത്തിലുണ്ട്. അപ്പം TVയും ഒരു ERVയും ശ്വാസകോശത്തിൽ ഓൾറെഡി ഉണ്ട്. പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ഒരു TVയും ERVയും പുറത്തുണ്ട്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും, എത്രയൊക്കെ വായു പുറത്തു പോയാലും, സ്ഥിരമായിട്ട് ലങ്സിൽ കാണുന്നത് ഒരു RVയും ഇതിനകത്തുണ്ട്. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം TV, IRV, ERV, RV, അല്ലയോ? 2 TVക്ക് പകരം നമ്മൾ ഒരു TV മാത്രം എടുക്കുന്നു. TV, IRV, ERV, RV. ഇതിനെ ഒന്നുകൂടെ നമുക്ക് ചുരുക്കി എഴുതാം. എങ്ങനെ എഴുതാം? ദാണ്ടെ TV, IRV, ERVക്ക് നമ്മൾ എന്ത് പറയുന്നത്? വൈറ്റൽ കപ്പാസിറ്റി. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് RV എന്ന് നമുക്ക് എഴുതാം. മനസ്സിലായോ? ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 9ഓളം ടേംസ് എന്ന് പറയുന്നത്. ഈ ടേംസ് എല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് വെച്ചേക്കുക. എങ്ങനെയൊക്കെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം ഒന്നുകൂടെ നോക്കാം. ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ വായുവിനിമയവുമായി ബന്ധപ്പെട്ട അളവുകൾ ശരിയായി തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. ശ്വസന വ്യാപ്തം 1100 തൊട്ട് 1200 ml. എന്തുവാ? തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ശ്വസന വ്യാപ്തം എത്ര? 500 ml ആണെന്ന് പഠിച്ചു, അല്ലയോ? ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം നമ്മൾ പഠിച്ചതാണ്. 2500 മുതൽ 3000 ml വരെയാണത് എന്നുള്ളത്. വിശ്വാസ സംഭരണ വ്യാപ്തം 1000 മുതൽ 1100 ml, അതും ശരിയാണ്. ഇനി ശിഷ്ടവ്യാപ്തം 500 ml ആണെന്ന് പഠിച്ചേ? അല്ല. RV എത്ര വരും എന്ന് പറഞ്ഞേ? 1100 മുതൽ 1200 ml വരെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയായത് തിരഞ്ഞെടുത്ത ഓപ്ഷൻ ഏതാ? 2ഉം 3ഉം മാത്രം. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഈ കഴിഞ്ഞ ഫയർമാൻ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അംഗൻവാടികളിലെ കുട്ടികൾക്ക് സമീകൃത ആഹാരം നൽകുന്നത്, ജയിലുകളിലെ ഭക്ഷണ രീതി ക്രമീകരിക്കുന്നത്, ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്നുകൾ വിറ്റാൽ നടപടിയെടുക്കുന്നത്, അതേപോലെ ഇവയൊന്നുമല്ല. സ്ഥിരം നമുക്കിടുന്ന 4ാമത്തെ ഓപ്ഷൻ ഇവയൊന്നുമല്ല. ഓക്കെ ആണല്ലോ. അപ്പം ഇതിൻ്റെ ഉത്തരം എഴുതിക്കോ. ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്പറേഷൻ അമൃത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓപ്പറേഷൻ അമൃത് എന്താ? കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി. എന്താ ഓപ്പറേഷൻ അമൃത് എന്ന് പറഞ്ഞാൽ? ഓപ്പറേഷൻ അമൃത് എന്താ? കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഓപ്പറേഷൻ അമൃത്, അതിൻ്റെ ഫുൾ ഫോം ഒന്ന് നോക്കി വെച്ചേക്കണം. താണ്ടെ ഇങ്ങനെ എഴുതുന്ന അമൃത് എന്താ? ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. അതാണ് അമൃത് എന്ന വാക്കിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പം ഓപ്പറേഷൻ അമൃത് എന്ന പേരിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പരിശോധനകൾ ആരംഭിക്കുന്നു. കുറിപ്പടിയില്ലാതെ ഏതെങ്കിലും ഫാർമസികൾ ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്കും വിവരം നൽകാവുന്നതാണ്. ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതിൻ്റെ വിവരങ്ങൾ കൃത്യമായി ഫാർമസികൾ സൂക്ഷിക്കണം. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതല്ല എന്ന പോസ്റ്റർ സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കണം. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്ന ഫാർമസികളും മെഡിക്കൽ സ്റ്റോറുകൾക്കുമെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇതാണ് ഓപ്പറേഷൻ അമൃത്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ഓപ്പറേഷൻ അമൃത് എന്ന് വേണമെങ്കിൽ ഇനി ചോദിക്കാം. ഇതെല്ലാം ഓരോ സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് വേണം ചോദിക്കാം. ഇതിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏതെന്ന്. മനസ്സിലായോ? അപ്പം ഓപ്പറേഷൻ അമൃത് മനസ്സിലായല്ലോ. എന്താ? കുറിപ്പടിയില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ കർശന നടപടിയെടുക്കും. ആ അമൃതിന്റെ കീഴിൽ എന്തൊക്കെയാണ് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ? താണ്ടെ നോക്കാം.
ഡ്രഗ്സ് കൺട്രോൾ വിഭാഗമാണ് പരിശോധന നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് കുറിപ്പടിയില്ലാതെ ഏതെങ്കിലും ഫാർമസികൾ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്കും വിവരം നൽകാം. അപ്പൊ ആർക്കൊക്കെ വിവരം നൽകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വിവരം നൽകാം. ഇനി ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതിന് വിവരങ്ങൾ കൃത്യമായി ഫാർമസികൾ സൂക്ഷിക്കണം. ഒരു ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ രേഖകൾ, വിവരങ്ങൾ കൃത്യമായിട്ട് മെഡിക്കൽ ഫാർമസികളിലൊക്കെ സൂക്ഷിക്കണം. ഡോക്ടറുടെ അനുമതിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതല്ല എന്ന ഒരു ബോർഡിൽ അല്ലെങ്കിൽ എന്ന ഒരു പോസ്റ്റർ സ്ഥാപനത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കണം. മനസ്സിലായോ? ഇനി കുറിപ്പടിയില്ലാതെ ഏതെങ്കിലും ഫാർമസി ആന്റിബയോട്ടിക്കുകൾ വിറ്റെന്നറിഞ്ഞാൽ അവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാവും. ഇതാണ് ഓപ്പറേഷൻ അമൃത്. എന്താ അമൃതിന്റെ ഫുൾ ഫോം? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ആ ആൻസർ ഒന്ന് നോക്കാം. ഓപ്പറേഷൻ അമൃത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടിയെടുക്കുന്നത്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കാം. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ, അതാണ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്നത്. മനസ്സിലായോ? സബ്സ്റ്റാൻഷ്യ നൈഗ്ര നാശത്തിന് കാരണമാകുന്ന രോഗം ഏത്? ഇപ്പം മസ്തിഷ്കത്തിലെ പ്രത്യേകം ഗാംഗ്ലിയോണുകളുടെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന നാശത്തിന് കാരണമാകുന്ന രോഗം. അപസ്മാരം, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് രോഗം, ബ്രെയിൻ ട്യൂമർ. ഇതെല്ലാം നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതെന്നാണ്. ഓക്കെ, ഇതും നമ്മൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. എന്താണ് ഇതിന്റെ ഉത്തരം? പാർക്കിൻസൺസ് രോഗം. മനസ്സിലായോ? പാർക്കിൻസൺസ് രോഗമാണ് ഉത്തരം. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ ഒരു ന്യൂറോണിൽ നിന്ന്, ഇതാണ് ഒരു ന്യൂറോൺ അല്ലയോ, ഇതാണ് ഒരു ന്യൂറോൺ വരുന്നത്. ഈ ന്യൂറോണിൽ നിന്ന് കുറേ ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നത്, അതായത് ഡെൻഡ്രൈറ്റ് ഉണ്ട്, ഡെൻഡ്രോൺസ്, സെൽ ബോഡി, ആക്സൺ, ആക്സനൈറ്റ്, ഇതിൻ്റെ അറ്റത്ത് എന്തുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് അല്ലയോ, നാഡീയ പ്രേക്ഷകങ്ങളുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇതിൽ നിന്നാണ് വീണ്ടും അടുത്ത ന്യൂറോൺ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് അടുത്ത ന്യൂറോൺ തുടങ്ങുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ്ട് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ഓക്കെ, ഇവിടുന്ന് വീണ്ടും അടുത്ത നെർവ തുടങ്ങുന്നത്. മനസ്സിലായോ? നമുക്കറിയാം നാഡികളിലൂടെ സന്ദേശം പോകുന്നത് എങ്ങനെയാ? അതാണ്ട് ഡെൻഡ്രൈറ്റ് സ്വീകരിക്കും, അത് ഡെൻഡ്രോൺസിലോട്ട് കൊടുക്കും. സെൽ ബോഡിയിൽ നിന്ന് അത് ആക്സൺ വഴി ആക്സനൈറ്റിന്റെ തുമ്പത്തിരിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലെത്തും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ നിന്ന് ഈ ഗ്യാപ്പ്, അതായത് സിനാപ്സ് എന്ന് വിളിക്കും. സിനാപ്സ് എന്ന് പറയുന്ന ഈ സിനാപ്സ് ഗ്യാപ്സിൽ നിന്ന്, സിനാപ്റ്റിക് ഗ്യാപ്പിൽ നിന്നും എന്ത് ചെയ്യും? ഇത് അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് ഈ ഇൻഫർമേഷൻസിനെ കൊടുക്കും. ഈ ഇൻഫർമേഷൻസ് ഈ ഗ്യാപ്പിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അതിനെ സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്, നാഡീയ പ്രേക്ഷകങ്ങളാണ്. മനസ്സിലായോ? അതിനകത്ത് ഒരു ഉദാഹരണമാണ് ഡോപ്പമീൻ എന്ന് പറയും. അങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ഡോപ്പമീൻ. മനസ്സിലായോ? ഈ ഡോപ്പമിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് എന്ത്? ഈ പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ നാഡീയ പ്രേക്ഷകങ്ങളിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഡോപ്പമിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്ത്? പാർക്കിൻസൺസ് രോഗം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിൻസൺസ് രോഗമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത, ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏത്? മനസ്സിലായോ? എന്താ? ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏത്? അപ്പം വിളർച്ചയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളർച്ച എന്താ? അനീമിയ എന്ന് പറയും അല്ലയോ? വിളർച്ച എന്താണെന്ന് വെച്ചാൽ അനീമിയ. നമ്മുടെ ഓപ്ഷൻസ് കൂടെ നോക്കാം. എറിത്രോപോയിറ്റിൻ, പ്രോത്രോംബിൻ, സൊമാറ്റോമെഡിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ. മനസ്സിലായോ? ഇതാണ്. ഓക്കെ, എറിത്രോപോയിറ്റിൻ, പ്രോത്രോംബിൻ, സൊമാറ്റോമെഡിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഇതാണ് 4 ഓപ്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് എഴുതിക്കോ. അപ്പോൾ ആൻസർ നമുക്ക് നോക്കാം. ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച എന്താ? വിളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന അനീമിയ അല്ലയോ? അനീമിയാണ് നമ്മൾ ഈ വിളർച്ച എന്നൊക്കെ പറയുന്നത്. ഈ അനീമിയ അല്ലെങ്കിൽ വിളർച്ച ബേസിക്കലി ഉണ്ടാകുന്ന എന്ത് കാരണമാണ്? നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് കുറയുമ്പോൾ ഇരുമ്പിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് പറ്റും? ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയും. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞാൽ RBC കുറയും. അതിൻ്റെ RBC കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്ത്? വിളർച്ച എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ RBCയുടെ നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്.
ഹോർമോണുകളെല്ലാം പൊതുവെ പ്രോട്ടീനുകളാണ് അല്ലേ. ഈ ഹോർമോണിനെ അല്ലെങ്കിൽ ഈ പ്രോട്ടീനെ പറയുന്ന പേരാണ് എറിത്രോപോയിറ്റിൻ എന്ന് പറയും. മനസ്സിലായോ? എന്താ പറയുന്നത്? എറിത്രോപോയിറ്റിൻ. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താ? ക്യാൻസർ മൂലമായാലും അതിന്റെ ചികിത്സ മൂലമായാലും ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എറിത്രോപോയിറ്റിൻ ആണ്. എറിത്രോപോയിറ്റിൻ ആണ്. ഒറ്റ കാര്യം, ഈ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിളർച്ച ആര് മൂലമാണ് ഉണ്ടാകുന്നത്? RBC മൂലമാണ്. RBCയുടെ കുറവ് മൂലമാണ് വിളർച്ച ഉണ്ടാകുന്നത്. മനസ്സിലായോ? RBCയുടെ മറ്റൊരു പേരാണ് എന്ത്? എറിത്രോസൈറ്റ് എന്ന് പറയുന്നത്. എറിത്രോസൈറ്റുകൾ എന്ന് പറയുന്ന ആരെയാ? ഈ RBCനെയാണ്. ഈ RBCനെ നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിനെന്ത് പറയും? അതിനെ നമ്മൾ പോയിസിസ് എന്ന വാക്ക് ചേർത്താൽ മതി. ഇതിന്റെ കൂട്ടത്തിൽ എന്ത് ചേർത്താൽ മതി? പോയിസിസ് എന്ന് ചേർത്താൽ മതി. എന്ത് ചേർത്താൽ മതി? പോയിസിസ് എന്നങ്ങ് ചേർത്താൽ മതി. മനസ്സിലായോ? അപ്പൊ നിർമ്മാണ പ്രക്രിയക്ക് എന്ത് പറയും? എറിത്രോപോയിസിസ് എന്ന് പറയും. മനസ്സിലായോ? ഈ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോൺ, അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ എന്ന്. മനസ്സിലായോ? ആ ഹോർമോൺ പഠിക്കണമെങ്കിൽ എന്ത് ചേർത്താൽ മതി? പോയിറ്റിൻ എന്ന് ചേർത്താൽ മതി. അപ്പൊ ആ ഹോർമോണിന്റെ പേരെന്താ? എറിത്രോപോയിറ്റിൻ. ഇതേപോലെ തന്നെയാണ് WBCയുടെയും പ്ലേറ്റ്ലെറ്റ്സിന്റെയും നമ്മൾ പഠിക്കാം. WBCയുടെ വരുമ്പോൾ എന്താ? WBCയിൽ വരുമ്പം അതിനെ ല്യൂക്കോസൈറ്റ് എന്ന് പറയും. ല്യൂക്കോസൈറ്റ് എന്നാണ് പറയുന്നത് WBCക്ക്. മനസ്സിലായോ? അതിനെ നിർമ്മാണ പ്രക്രിയ നമ്മൾ എന്ത് ചേർക്കും? പോയിസിസ് ചേർത്താൽ മതി. അപ്പൊ എന്താ? ലൂക്കോപോയിസിസ്. ഹോർമോൺ പഠിക്കാൻ ലൂക്കോപോയിറ്റിൻ. ക്ലിയർ ആണല്ലോ? ഇനി അതേപോലെ പ്ലേറ്റ്ലെറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സിന്റെ പേരാണെന്ത്? ത്രോംബോസൈറ്റ് എന്ന് പറയും. നിർമ്മാണ പ്രക്രിയക്ക് എന്ത് ചേർത്താൽ മതി? പോയിസിസ് ചേർത്താൽ മതി. അപ്പൊ ഇവിടെ ത്രോംബോപോയിസിസ്. ഹോർമോൺ പഠിക്കാൻ എന്ത് ചേർത്താൽ മതി? പോയിറ്റിൻ ചേർത്താൽ മതി. അപ്പൊ ഒന്ന് ചേർത്ത് പറഞ്ഞേ, ത്രോംബോപോയിറ്റിൻ. ക്ലിയർ ആണോ? അപ്പൊ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സിന്റെ ഒക്കെ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഓക്കെ ആണല്ലേ? ഇനി ഇവിടെ പ്രോത്രോംബിൻ പറയുന്നത് എന്തുവാ? നമ്മുടെ രക്തം കട്ട പിടിക്കാൻ. ഇതെന്തൊക്കെയാ സാധനങ്ങളെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രോത്രോംബിൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തം കട്ട പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീനാണ്. എന്തിനു വേണ്ടിയിട്ടാ? രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീനാണ് എന്ത്? പ്രോത്രോംബിൻ എന്ന് പറയുന്നത്. ആര് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ. മനസ്സിലായോ? കരളാണ് ആരെ ഉൽപ്പാദിപ്പിക്കുന്നത്? പ്രോത്രോംബിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ക്ലിയർ? ഇനി അടുത്ത് കൊടുത്തിരിക്കുന്ന സൊമാറ്റോമെഡിൻ എന്ന് പറയും. സൊമാറ്റോമെഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോശവിഭജനവും അതേപോലെ കോശവിഭജനത്തിനൊക്കെ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് എന്ത്? സൊമാറ്റോമെഡിൻ എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം ഗ്രോത്ത് ഹോർമോൺ, സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഒരു വളർച്ചാ ഹോർമോൺ ഇല്ലയോ, അതിനെയൊക്കെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊമാറ്റോമെഡിൻ ആണ്. മനസ്സിലായോ? അപ്പൊ കോശവിഭജനത്തിനും വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണെന്ത്? സൊമാറ്റോമെഡിൻ. അതെങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളർച്ചാ ഹോർമോണായ ഗ്രോത്ത് ഹോർമോണായ സൊമാറ്റോട്രോപ്പിനെ ഇത് ഉത്തേജിപ്പിക്കുന്നു. അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് സൊമാറ്റോമെഡിൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്താണെന്ന് വെച്ചാൽ അതെന്താ? അതൊരു ആന്റിബോഡിയാണ്. ആന്റിബോഡികളെ നമ്മൾ വിളിക്കുന്നത്, അതായത് ബി ലിംഫോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികളാണെന്ത്? ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? 5 ടൈപ്പ് ആന്റിബോഡിയാണുള്ളത്. അതിനെ നമ്മൾ ഗെയിംഡ് എന്ന് പറഞ്ഞ് നമുക്ക് വെച്ച് പഠിക്കാം. എന്താ? IgG, IgA, IgM, IgE, IgD, അങ്ങനെ ഒരു 5 ടൈപ്പ് ആന്റിബോഡികളാണ് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഉത്തരം മനസ്സിലായല്ലോ? എറിത്രോപോയിറ്റിൻ. ഓക്കെ. അടുത്ത ചോദ്യം. അടുത്തത്, ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം എന്ത്? അപ്പൊ ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം എന്താണെന്നാണ് ചോദ്യം. ഇതും കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ എഴുതിക്കോ. ഹീമോലിസിസ്, അഗ്ലൂട്ടിനേഷൻ, കൊയാഗുലേഷൻ, ഇവയൊന്നുമില്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താ ഇതിന്റെ ഉത്തരം. ഇതിന്റെ ആൻസർ അഗ്ലൂട്ടിനേഷൻ ആണ്. മനസ്സിലായോ? അഗ്ലൂട്ടിനേഷൻ. ക്ലിയർ? ഈ അഗ്ലൂട്ടിനേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഗ്ലൂട്ടിനേഷൻ എന്തുവാ ചെയ്യുന്നത്? അതായത് ഈ ആന്റിബോഡികളും ആന്റിജൻസുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പം അവിടെ കണങ്ങളുടെ സംയോജനം നടക്കും. മനസ്സിലായോ? അവിടെ പരസ്പരം കണങ്ങളുടെ സംയോജനം നടക്കും. ഈ കണങ്ങളുടെ സംയോജനത്തെയാണ് നമ്മൾ അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡൽ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളയാ?
ടൈഫോയിഡ് നിർണ്ണയത്തിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് എന്ത് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലയോ? ടൈഫോയിഡിന് കാരണമായ രോഗകാരി ആരാ? സാൽമോണല ടൈഫി. അപ്പൊ ഈ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സാൽമോണല ടൈഫിക്കകത്തോട്ട് സാൽമോണല ടൈഫി എന്ത് ചെയ്യും? ടൈഫിയിൽ ഇതിന്റെ ഒരു ആന്റിബോഡി ബൈൻഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കണങ്ങളുടെ സംയോജനം അതുവഴിയാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. അതാണ് അവിടെ ഉപയോഗിക്കുന്ന ഒരു തത്വം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഓർത്തു വെച്ചേക്കുക, വൈഡൽ ടെസ്റ്റ് അതിനുപയോഗിക്കുന്ന പ്രധാന തത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്ലൂട്ടിനേഷൻ ആണ്. അഗ്ലൂട്ടിനേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? കണങ്ങളുടെ സംയോജനം എന്ന അർത്ഥം. അതായത് രണ്ട് സാധനങ്ങൾ ബൈൻഡ് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന കണങ്ങളുടെ സംയോജനത്തെയാണ് നമ്മൾ അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? പിന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ടേമാണ് ഹീമോലിസിസ്. ഹീമോലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? RBCകളുടെ നാശത്തിനെയാണ് നമ്മൾ ഹീമോലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡിസ്ട്രക്ഷൻ ഓഫ് RBC, അതാണെന്ത്? ഹീമോലിസിസ്. ഡിസ്ട്രക്ഷൻ ഓഫ് RBC ആണെന്ത്? ഹീമോലിസിസ് എന്ന് പറയുന്നത്. കൊയാഗുലേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താ? രക്തം കട്ട പിടിക്കുന്നതാണെന്ത്? കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കുന്നതിനെയാണ് നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. ശരിയായ ജോഡി കണ്ടെത്തുക. രോഗാണുവും തന്നിട്ടുണ്ട്, രോഗവും തന്നിട്ടുണ്ട്. ലെപ്റ്റോസ്പൈറ ക്ഷയം എന്ന് പറഞ്ഞേക്കുന്നു, HIV ഡിഫ്തീരിയ എന്ന് പറഞ്ഞേക്കുന്നു, മൈക്കോബാക്ടീരിയം എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫൈലേറിയൻ വിര മന്ദ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശരിയായ ജോഡി നമുക്ക് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി. ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻ അല്ല തന്നേക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്നായിരിക്കും ഇതിൻ്റെ ഉത്തരവ് അറിയാമല്ലോ. അപ്പോൾ കൊടുത്തോ. എന്തുവാ ഇതിനകത്ത്? ആദ്യം തന്നെ നമുക്ക് സ്ഥിരം കേൾക്കുന്നതാണ് HIV എന്താ? എയ്ഡ്സ് ആണെന്നറിയാം. അപ്പോൾ HIVക്ക് നേരെ എന്തുവാ വരുന്നത്? HIVക്ക് നേരെ എന്തുവാ വരുന്നത്? എയ്ഡ്സ് ആണ് വരുന്നത്, അല്ലയോ? ഇനി പറ, ലെപ്റ്റോസ്പൈറ ആണോ? ലെപ്റ്റോസ്പൈറ ക്ഷയമാണോ? അല്ല. ലെപ്റ്റോസ്പൈറ എന്താ? അത് എലിപ്പനിക്ക് കാരണമാവുന്നത്. എലിപ്പനിയാണ് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്നത്, അല്ലയോ? മൈക്കോബാക്ടീരിയം എയ്ഡ്സ് ആണോ? അത് നമുക്കിവിടെ അല്ല എന്ന് മനസ്സിലായി. അപ്പം മൈക്കോബാക്ടീരിയം ഓർത്തോണം. മൈക്കോബാക്ടീരിയം 2 ടൈപ്പ് വരും. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണെങ്കിൽ അതെന്താ? ക്ഷയമാണ്. ഓക്കെ. ഇനി മൈക്കോബാക്ടീരിയം ലെപ്ര ആണെങ്കിലോ? എന്തുവാ? കുഷ്ഠം. മൈക്കോബാക്ടീരിയം ലെപ്ര ആണെങ്കിൽ ലെപ്രസി എന്തുവാ? കുഷ്ഠത്തിന് കാരണമാണ്. ഇവിടെ നമ്മൾ മൈക്കോബാക്ടീരിയം എന്നേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ക്ഷയമായിരുന്നു ഇവിടെ വരണ്ടിയിരുന്നത്. പക്ഷേ എന്താ വന്നേക്കുന്ന? എയ്ഡ്സ്. അപ്പോൾ അത് തെറ്റ്. പിന്നെ ആകെയുള്ളത് ഫൈലേറിയൻ വിര. അതാണ് ആൻസർ. എന്താ? ഫൈലേറിയൻ വിര മൂലമാണ് എന്തുണ്ടാവുന്നത്? മന്തുണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പം ക്ഷയം മനസ്സിലായല്ലോ. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണെങ്കിൽ ക്ഷയം, മൈക്കോബാക്ടീരിയം ലെപ്ര ആണെങ്കിൽ കുഷ്ഠം. പിന്നെ കൊടുത്തിരിക്കുന്ന ഡിഫ്തീരിയ എന്താ? കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഇതിന് കാരണമായ രോഗകാരി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യരിൽ ക്രോമോസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നേക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ത്വക്കിലെ ക്യാൻസറായ മെലനോമ, ത്വക്കിനെ ബാധിക്കുന്ന ക്യാൻസറാണ് മെലനോമ, അത് ക്രോമോസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടും. അപ്പോൾ ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി, അല്ലെങ്കിൽ രണ്ടും ശരിയാണോ? അതാണ് ചോദ്യം. ഒരു ശരി 2 തെറ്റ്, ഒരു തെറ്റ് 2 ശരി, 1 2 ശരി, 1 2 തെറ്റ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വെച്ചോ ഒന്നും നമുക്ക് വെട്ടിക്കളയാൻ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്റ്റാണ്. നമുക്കിത് എന്ത് ചെയ്തേ പറ്റൂ? അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, മനുഷ്യരിൽ ക്രോമോസോം നമ്പർ 11 ജീനിലെ തകരാറ് മൂലമാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് സിക്കിൾ സെൽ അനീമിയ എന്താണെന്ന് നോക്കാം. സിക്കിൾ സെൽ അനീമിയ ആദ്യം തന്നെ മനസ്സിലാക്കുക, അതൊരു ജനിതക രോഗമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാതി ശരിയായി. ക്രോമോസോമിൻ്റെ തകരാറെന്ന് പറയുമ്പോഴേ നമുക്കറിയാം അതെന്താ, അതൊരു ജനിതക രോഗമാണ്. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ ഒരു ജനറ്റിക് ഡിസോർഡർ തന്നെയാണ്. ഓക്കെ, ഇനി എന്താണ് സിക്കിൾ സെൽ അനീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ RBCയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റുകൾ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിന് വ്യത്യാസം വരും. എപ്പോഴാ? അതിൻ്റെ ജീനിന് തകരാറ് വരുമ്പോൾ. ഹീമോഗ്ലോബിൻ്റെ ഒക്കെ ജീനിന് തകരാറ് സംഭവിക്കുമ്പം എന്ത് പറ്റും? അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളായ അമിനോ ആസിഡിൻ്റെ ക്രമീകരണത്തിൽ വ്യത്യാസം വരും. അങ്ങനെ ക്രമീകരണത്തിൽ വ്യത്യാസം വരുമ്പം ഡിസ്ക് ആകൃതിയിലുള്ള
ഡിസ്ക് ആകൃതിയിലിരിക്കുന്ന ഈ RBC എന്തായിട്ട് മാറും? അത് അരിവാള് പോലെ, സിക്കിള് പോലെ ഇങ്ങനെ വളയും. സിക്കിള് പോലെ ഇങ്ങനെ വളയും. മനസ്സിലായോ? അതിനാണ് സിക്കിള് പോലെ വളയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സിക്കിള് പോലെ വളഞ്ഞിരിക്കുന്ന RBC ഏതെങ്കിലും രക്തക്കുഴലിൽ വന്ന് അടിഞ്ഞു കൂടും. അതിലൂടെയുള്ള രക്തമൊഴുക്കിനെ തടഞ്ഞു നിർത്തും. അപ്പോൾ RBC ഒഴുകത്തില്ല. സ്വാഭാവികമായിട്ടും ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷൻ അവിടെ നടക്കുന്നില്ല. അതാണ് അനീമിയ. ഏത് അനീമിയ? സിക്കിൾ സെൽ അനീമിയ. മനസ്സിലായോ? സിക്കിൾ സെൽ അനീമിയ വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി അത് നമ്മൾ അറിയേണ്ടത് എന്താ? ഏത് ക്രോമസോമിന്റെ തകരാറ് മൂലമാണ്, ആ ജീനകത്തുള്ള ഏത് ക്രോമസോമിന്റെ തകരാറ് മൂലമാണ് നമ്മൾ അറിയണം. മനസ്സിലായോ? ഏത് തന്നെ? അത് നമ്പർ 11 ജീൻ തകരാറ് മൂലം തന്നെ. അപ്പൊ ക്രോമസോം നമ്പർ 11 ജീൻ തകരാറ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുന്നത്. ക്ലിയർ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയായിട്ട് നമുക്ക് കിട്ടി. ഓക്കെ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ത്വക്കിലെ ക്യാൻസറായ മെലനോമ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അറിയേണ്ട ഒരു ഫാക്റ്റാണ്, ത്വക്കിനെ ബാധിക്കുന്ന ക്യാൻസറാണ് മെലനോമ. ആ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലായോ? ത്വക്കിലെ ക്യാൻസറായ മെലനോമ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെലനോമ ഉണ്ടാകുന്നത് എന്തുവാ? ക്രോമസോം നമ്പർ 9 തകരാറ് മൂലമാണ്. ക്രോമസോം സംഖ്യ 9 തകരാറ് മൂലമാണ് എന്തുണ്ടാവുന്നത്? ഈ മെലനോമ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. മനസ്സിലായോ? മെലനോമ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. ഓക്കെ. ഇനി ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? 14 ജീൻ തകരാറ് മൂലമാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതല്ല എന്ന് മനസ്സിലായി. മെലനോമ 9 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 14 എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്താ? ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം 9 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താ നമ്മൾക്ക് അറിയേണ്ടത്? ക്രോമസോം സംഖ്യ 14 തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം എന്താണെന്ന് നമ്മൾ അറിയണം. ക്രോമസോം 14 രോഗം മൂലം ഉണ്ടാവുന്നതാണ് ക്രോമസോം 14 തകരാറ് മൂലം ഉണ്ടാവുന്നതാണ് ഫോളിക്കുലാർ ലിംഫോമ എന്ന് പറയും. ഫോളിക്കുലാർ ലിംഫോമ ഒരു ടൈപ്പ് ക്യാൻസർ തന്നെ. ആരെ ബാധിക്കുന്ന ക്യാൻസറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ലിംഫോസൈറ്റുകളെ ബാധിക്കുന്ന, ലിംഫോസൈറ്റുകളിൽ പ്രത്യേകിച്ചും ബി ലിംഫോസൈറ്റിനെ ബാധിക്കുന്ന ഒരു ക്യാൻസറാണ് എന്ത്? ഫോളിക്കുലാർ ലിംഫോമ. എന്തിന് കാരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രോമസോം സംഖ്യയിലെ 14 തകരാറ് മൂലമാണ് ഫോളിക്കുലാർ ലിംഫോമ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? അവിടെ തെറ്റാണ്. അപ്പോൾ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. 1 ശരി 2 തെറ്റ്. 1 ശരി 2 തെറ്റ്. ഓപ്ഷൻ എ ഇസ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് അവിടെ തന്നിരിക്കുന്നത്. ദാണ്ടെ സിക്കിൾ സെൽ അനീമിയയിൽ വ്യത്യാസം നോക്കിയേ. ദാണ്ടെ ഇത് കണ്ടോ? ഇങ്ങനെയാണ് നോർമൽ കണ്ടീഷൻ ഇരിക്കുന്നത്. നോർമലി ഇരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? മ്യൂട്ടേഷന് ശേഷം ഇതിനെന്ത് പറ്റും? ചെറിയൊരു വ്യത്യാസം വരും. അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നു കണ്ടോ? അപ്പോൾ വ്യത്യാസം വന്നപ്പോഴത്തേക്കിനും ഇതിൻ്റെ പ്രോട്ടീനിൽ ഹീമോഗ്ലോബിൻ്റെ ക്രമീകരണത്തിനകത്തൊക്കെ വ്യത്യാസം വന്നു. ആ ക്രമീകരണത്തിനകത്ത് വ്യത്യാസം വന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതെന്തായിട്ട് മാറി? സിക്കിൾ ആയിട്ട് മാറി. ഒരു അരിവാൾ പോലെ ഇങ്ങനെ വളയാൻ തുടങ്ങി. അതാണ് ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തൊരു ചോദ്യം, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. രക്തത്തിനും കലകൾക്കും ഇടയിലെ ഇടനിലക്കാരനാണ് ലിംഫ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലിംഫിന്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഒഡീമ. മൂന്നാമത്തത്, ലോമികളിലൂടെ രക്തം ഒഴുകുമ്പോൾ ഊർന്നിറങ്ങുന്ന ലിംഫ് ദ്രാവകമാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് 3 സ്റ്റേറ്റ്മെന്റുകൾ. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്നുള്ളത് നിങ്ങൾ എഴുതിക്കോ. അപ്പോൾ ആൻസർ എഴുതിക്കോ. ആൻസർ നമുക്ക് നോക്കാം. ആൻസർ നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. രക്തത്തിന് കലകൾക്കും ഇടയിലെ ഇടനിലക്കാരനാണ് ലിംഫ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, രക്തത്തിനും കലകൾക്കും ഇടയിലെ ഇടനിലക്കാരനാണ് ലിംഫ് എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അല്ലയോ? രക്തത്തിനും കലകൾക്കും ഇടയിലെ ഇടനിലക്കാരൻ. നമ്മൾ ശ്വസന വ്യവസ്ഥ, ഉദാഹരണത്തിന് ശ്വസന വ്യവസ്ഥ നമ്മൾ പറയുന്നു. ആണ്ടെ ശ്വസന വ്യവസ്ഥയിൽ ഇതാണ് വായു അറയാണ് ഞാൻ വരച്ചേക്കുന്നത്. വായു അറയാണ് വരച്ചേക്കുന്നത്. നമ്മൾ ഉച്ഛ്വാസത്തിലൂടെ അകത്തേക്ക് ആര് കയറും? ഓക്സിജൻ കയറും. ഈ ഓക്സിജനെ എങ്ങോട്ടേക്ക് പോകണം? നമ്മുടെ രക്തക്കുഴലിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യും. ഇവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യും. അതാണ് ഇവിടെ പ്രോസസ്സ് നടക്കുന്നത്, അല്ലയോ? എന്നാൽ ഇതാ ഈ രക്തലോമികയിൽ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ RBC ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ രക്തത്തിൽ നിന്നും എന്ത് ചെയ്യും? ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിനകത്ത് ഒരു ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യും. ഈ കലകൾക്കും അതേപോലെ രക്തക്കുഴലിനും ഇടയിലുള്ള ഈ ഗ്യാപ്പിൽ, ആ ഗ്യാപ്പിന് നമ്മൾ വിളിക്കുന്നതാണ് ഇന്റർ സെല്ലുലാർ സ്പേസ് എന്ന് പറയും.
ഇന്റർ സെല്ലുലാർ സ്പേസ് എന്നാണ് പറയുന്നത്. ഇന്റർ സെല്ലുലാർ സ്പേസ് എന്ന് പറയും. മനസ്സിലായോ? ഈ ഇന്റർ സെല്ലുലാർ സ്പേസിലേക്ക് ഊർന്നിറങ്ങുന്ന രക്തത്തിൽ നിന്നും കുറച്ച് ദ്രാവകങ്ങൾ സെക്രീറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയും. ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയും. മനസ്സിലായോ? ആ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? അതിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്കും അതിനോട് ചേർന്ന് കാണുന്ന ഒരു കുഴലുണ്ട്. അതിനോട് ചേർന്ന് ഒരു കുഴൽ കാണും. ആ കുഴലിൻ്റെ പ്രത്യേകത ഒരു ഭാഗം അടഞ്ഞ കുഴലുകളായിരിക്കും. ഇതിനെയാണ് നമ്മൾ ലിംബ് ലോമികകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ലിംബ് ലോമികളിലേക്ക് കുറേ ദ്രാവകം ഇങ്ങനെ കയറി ഇതിനകത്ത് ഫ്ലൂയിഡ് നിറയും. ഈ ഫ്ലൂയിഡിനെയാണ് നമ്മൾ ലിംബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ്ട് ഇവിടെ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. രക്തത്തിനും കലകൾക്കും ഇടയിലെ ഇടനിലക്കാരൻ അല്ലയോ? രക്തത്തിനും കലകൾക്കും ഇടയിലെ ഇടനിലക്കാരനാണ് എന്ത്? ടിഷ്യൂ ഫ്ലൂയിഡ് ആണ് പിന്നെ ലിംബായിട്ട് മാറുന്നത്. അപ്പോൾ ലിംബ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. രണ്ടാമത്തെ നോക്കിയേ. ലിംബിന്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഒഡീമ. അതെന്താ? അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, മൂന്നാമത്തത് ലോമികളിലൂടെ രക്തം ഒഴുകുമ്പോൾ ഊർന്നിറങ്ങുന്ന ലിംബ് ദ്രാവകമാണ്. ഈ ലോമികയിലൂടെ രക്തം ഒഴുകുമ്പോൾ എന്ത് ചെയ്യും? അതിൽ ഈ ഊർന്നിറങ്ങുന്നതാണ് എന്ത്? ലിംബ് ദ്രാവകം എന്ന് പറയുന്നത്, ലിംഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ശരി? എല്ലാം ശരിയാണ്. അപ്പം ആൻസർ ബി ആണ് ഇവിടെ ശരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആൻസർ കിട്ടിയല്ലോ. നമുക്ക് അടുത്ത ചോദ്യം പോവാം. അടുത്ത ചോദ്യം നോക്കാം. ജീവകങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന 1ഉം 2ഉം ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ LD എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു ഭാഗത്ത് ശാസ്ത്രീയ നാമങ്ങൾ കൊടുത്തിട്ടുണ്ട്, മറ്റു ഭാഗത്ത് അതിൻ്റെ വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഒന്നാമത്തെ റെറ്റിനോൾ. റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ എന്താ? വൈറ്റമിൻ എ ആണ്. റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ എന്താ? വൈറ്റമിൻ എ ആണ്, നമുക്കറിയാം. വൈറ്റമിൻ എ ആണെന്ത്? റെറ്റിനോൾ എന്ന് പറയുന്നത്. രണ്ടാമത് നിയാസിൻ. നിയാസിൻ ഏതാണെന്ന് വെച്ചാൽ B3. നിയാസിൻ അല്ല, നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയും. പിന്നെ ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ ആണ് വൈറ്റമിൻ ഇ. ഓക്കെ, ഫില്ലോക്വിനോൺ അതാണ് വൈറ്റമിൻ കെ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ അപര്യാപ്ത രോഗം എന്ന് പറയാം. റെറ്റിനോളിൻ്റെ കുറവ് മൂലം അല്ലെങ്കിൽ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന വിറ്റാമിൻ എയുടെ അപര്യാപ്ത രോഗമാണെന്ത്? സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. എയുടെ അപര്യാപ്ത രോഗമാണ് സിറോഫ്താൽമിയ. അപ്പം സിറോഫ്താൽമിയെ പ്രതിരോധിക്കാൻ എ കൊടുക്കുന്നു. അതുകൊണ്ട് എനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ആൻറ്റി സിറോഫ്താൽമിക് വിറ്റാമിൻ എന്ന് വിളിക്കാം. അപ്പം ഒന്നേതാ? സിയുമായിട്ട് ചേരും. ഓക്കെ, രണ്ടാമത്തെ നിയാസിൻ. B3 അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നൊക്കെ പറയും. അതിൻ്റെ അപര്യാപ്ത രോഗമാണ് പെല്ലഗ്ര. നമ്മുടെ ത്വക്കിനൊക്കെ ബാധിക്കുന്നതാണ് പെല്ലഗ്ര. മനസ്സിലായോ? അതിനെതിരെ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് B3നെ എങ്ങനെ വിളിക്കാം? ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്ന് പറയാം. അപ്പം 2ന് നമുക്ക് എന്ത് കൊടുക്കാം? എ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ടോക്കോഫെറോൾ എന്തുവാ? ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. അതായത് പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്കും വന്ധ്യത ആണ് അതിൻ്റെ അപര്യാപ്ത രോഗമാണ് വന്ധ്യത. അപ്പം ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് D ആണ്. ഇത്രയും കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ ഇ നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. 1C എന്ന് പറയുമ്പം തന്നെ താണ്ടെ ഇതും വെട്ടി. പിന്നെ വരുന്നത് 2A വരുമ്പം ഇതും വെട്ടി. അപ്പോൾ 2 എണ്ണം നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നോക്കിയേ, 1C റെറ്റിനോൾ ആൻറ്റി സിറോഫ്താൽമിക് വൈറ്റമിൻ, 2A നിയാസിൻ ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ, 3D ടോക്കോഫെറോൾ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ആൻഡ് 4B ഫില്ലോക്വിനോൺ ആൻറ്റി ഹെമറേജിക് വൈറ്റമിൻ. ഫില്ലോക്വിനോണിൻ്റെ അപര്യാപ്ത രോഗമാണ് ഹെമറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത, കോശശ്വസനത്തിൻ്റെ ഏത് ഘട്ടമാണ് മൈറ്റോകോൺഡ്രിയയിൽ വെച്ച് നടക്കുന്നത്? ഗ്ലൈക്കോളിസിസ്, ക്രെബ്സ് പരിവൃത്തി, ഉച്ഛ്വാസം, നിശ്വാസം. ഓക്കെ, നമുക്ക് നോക്കാം. കോശശ്വസനത്തിൻ്റെ ഏത് ഘട്ടമാണ് മൈറ്റോകോൺഡ്രിയയിൽ വെച്ച് നടക്കുന്നത്? അപ്പം ഉത്തരം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉത്തരം എഴുതിക്കോ. ഞാൻ കോശശ്വസനം എന്താണെന്ന് അപ്പോഴത്തേന് പറയാം. കോശശ്വസനം എന്ന് പെട്ടെന്നൊന്ന് പറയാം. കോശശ്വസനം പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളാണ് നടക്കുന്നത്. ഏതൊക്കെയാണ് 2 ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഗ്ലൈക്കോളിസിസ്, രണ്ടാമത്തത് ക്രെബ്സ് സൈക്കിൾ, ക്രെബ്സ് പരിവൃത്തി എന്ന് പറയും. ക്രെബ്സ് പരിവൃത്തി. ഗ്ലൈക്കോളിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലൈക്കോ എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്ലൂക്കോസ് എന്ന, ലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിക്കുക എന്ന. അതായത് ഗ്ലൂക്കോസിനെ നമ്മൾ മുറിക്കുന്നു. അതാണ് 1ാം ഘട്ടത്തിൽ നടക്കുന്നത്. 6 കാർബൺ ആറ്റമുള്ള ഗ്ലൂക്കോസിനെ നമ്മൾ മുറിച്ച് 3 കാർബൺ ആറ്റമുള്ള മോളിക്യൂൾസ് ആക്കി മാറ്റുന്നു. അതാണ് ഗ്ലൈക്കോളിസിസിൽ നടക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഗ്ലൈക്കോളിസ് എവിടെ വെച്ച് നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോശദ്രവ്യത്തിൽ വെച്ച് ഓക്സിജന്റെ
അഭാവത്തിൽ ഗ്ലൂക്കോസ് വിഘടിച്ച് എന്തായി മാറും? പൈറുവിക് ആസിഡായി മാറും. മനസ്സിലായോ? ഈ പൈറുവിക് ആസിഡിൽ ചിലത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്ത് ചെയ്യും? 2 ATP റിലീസ് ചെയ്യും. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമുക്ക് നേരെ രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. ഇനി രണ്ടാം ഘട്ടത്തിലാണ് ബാക്കി ഇത്രയും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. രണ്ടാം ഘട്ടം എവിടെ വെച്ച് നടക്കുന്നു? മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. അവിടെ എന്താ? ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നേരത്തെ കുറച്ച് പൈറുവിക് ആസിഡ് അല്ലേ 2 ATP ആണെന്നുള്ളൂ. ബാക്കിയുള്ള പൈറുവിക് ആസിഡ് എങ്ങോട്ട് പോകും? മൈറ്റോകോൺട്രിയയിലോട്ട് പോയി എന്ത് തരും നമുക്ക്? 28 ATP ജലം പ്ലസ് കാർബൺ ഡയോക്സൈഡ്. മനസ്സിലായോ? അങ്ങനെ ഒരു സെല്ലുലാർ റെസ്പിറേഷനിൽ നമുക്ക് മൊത്തം എത്ര കിട്ടുന്നു? 30 ATP ജലം കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നു. ക്ലിയർ ആണല്ലോ. അപ്പം നമ്മുടെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്തുവായിരുന്നു? ഇതാണ് സെല്ലുലാർ റെസ്പിറേഷൻ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കോശ ശ്വസനത്തിലെ ഏത് ഘട്ടമാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത്? ഏത് ഘട്ടമാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത്? ക്രക്സ് പരിവൃത്തി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഉത്തരം എഴുതാമല്ലോ. ക്രക്സ് പരിവൃത്തി എന്ന് പറഞ്ഞ് ആൻസർ എഴുതാം. ഓക്കെ. നമ്മുടെ പുതിയ 9ാം ക്ലാസ് ടെക്സ്റ്റിനകത്ത് സെല്ലുലാർ റെസ്പിറേഷൻ്റെ, അതായത് ശ്വസന വ്യവസ്ഥയുടെ ഫുൾ ഒരൊറ്റ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ കാര്യങ്ങൾ ഒരൊറ്റ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ആൽവിയോളസിൽ നിന്നും ഓക്സിജന്റെ ഗാഢത കൂടുതലായതിനാൽ ആൽവിയോളാർ രക്തലോമികയിലെ രക്തത്തിലേക്ക് ഓക്സിജൻ ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു. പിന്നീട് ശ്വാസകോശത്തിൽ വെച്ച ചെറിയൊരു ഭാഗം ഓക്സിജൻ പ്ലാസ്മയിൽ ലയിക്കുന്നു. ബാക്കി ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആകുന്നു. ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഒരു അസ്ഥിര സംയുക്തമായി മാറുന്നു. ഇനി കോശത്തിനടുത്ത് വെച്ച് ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിച്ച് ഓക്സിജൻ സ്വതന്ത്രമാക്കുന്നു. അതായത് നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേനും എന്ത് ചെയ്യും? ഓക്സിജനെ സ്വതന്ത്രമാക്കും. ഈ ഓക്സിജൻ രക്തലോമികയിലേക്ക് കയറും. രക്തത്തിൽ നിന്നും ഓക്സിജൻ ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെ നിന്നും കോശങ്ങളിലേക്കും പ്രവേശിക്കുന്നു. ഇവിടെ നിന്ന് എന്ത് ചെയ്യും? കോശത്തിലേക്ക് ഓക്സിജൻ കയറുന്നു. ഓക്സിജൻ കയറി കഴിഞ്ഞാൽ പിന്നെ സെല്ലുലാർ റെസ്പിറേഷനാണ്, അല്ലയോ? കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജ്ജം സ്വന്തമാക്കുന്ന പ്രക്രിയയാണെന്ത്? സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ ഇത്രയും പറഞ്ഞതാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത്. ഗ്ലൈക്കോളിസിൽ എന്തുവാ? ആദ്യ ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു. ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കുന്നു. അവിടെ 2 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. രണ്ടാമത്തെ ക്രെബ്സ് സൈക്കിളിൽ രണ്ടാം ഘട്ടമാണ്. മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. ഓക്സിജൻ ആവശ്യമാണ്. പൈറുവിക് ആസിഡ് കാർബൺ ഡയോക്സൈഡ് ജലവുമായി മാറുന്നു. 28 ATP തന്മാത്രകൾ ലഭിക്കുന്നു. ക്ലിയർ ആണല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? കാർബൺ ഡയോക്സൈഡിനെ തിരിച്ചു കൊടുക്കണം. കോശങ്ങളിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെ നിന്ന് രക്തത്തിലേക്കും പ്രവേശിക്കുന്നു. 7% കാർബൺ ഡയോക്സൈഡ് പ്ലാസ്മയിൽ ലയിക്കുന്നു. 23% ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ ആവുന്നു. 70% RBCയിലെ ജലവുമായി സംയോജിച്ച് ബൈകാർബണേറ്റ് ആവുന്നു. ഓക്കെ. ഇനി ആൽവിയോളാർ രക്തലോമികയിൽ വെച്ച് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും വിഘടിച്ച് കാർബൺ ഡയോക്സൈഡിനെ പ്ലാസ്മയിലേക്ക് സ്വതന്ത്രമാക്കുന്നു. പിന്നീട് കാർബൺ ഡയോക്സൈഡിന്റെ ഗാഢത പ്ലാസ്മയിൽ കൂടുതലായതിനാൽ ആൽവിയോളാസിലേക്ക് കാർബൺ ഡയോക്സൈഡ് ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു. അങ്ങനെ കാർബൺ ഡയോക്സൈഡ് നിശ്വാസം എന്ന പ്രക്രിയയിലൂടെ പുറന്തള്ളുന്നു. അപ്പോൾ ഇതെല്ലാം ശ്വസന വ്യവസ്ഥയിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു ഫുൾ ടോപ്പിക് നമ്മൾ ഒറ്റ പടത്തിനകത്ത് പുതിയ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും വായിക്കണം. ഓക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയായിരുന്നല്ലോ. ക്രെബ്സ് പരിവൃത്തിയാണ് ആൻസർ. അടുത്ത ചോദ്യം. മാതാവിൽ നിന്നും പ്ലാസന്റയിലൂടെ കടന്നു വന്ന് നവജാത ശിശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏത്? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്താണ്, അല്ലയോ? എന്താണ് നമ്മൾ പറഞ്ഞത്? ബി ലിംഫോസൈറ്റുകൾ നിർമ്മിക്കുന്ന ആന്റിബോഡികളെയാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? IG എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യും. മനസ്സിലായോ? 5 ടൈപ്പ് ആന്റിബോഡികളാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഗെയിംഡ് എന്ന വാക്കുകൊണ്ട് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. മനസ്സിലായോ? 5 എണ്ണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പാടാം, നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരൊറ്റ വാക്കങ്ങ് പഠിച്ചു വെച്ചാൽ മതി, ഗെയിംഡ്. അപ്പോൾ ഏതൊക്കെയാന്ന് പറഞ്ഞേ? IgG, IgA, IgM, IgE, IgD. മനസ്സിലായോ? ഇതാണ് 5 ആന്റിബോഡികൾ. ക്ലിയർ ആണല്ലോ. ഇനി ഈ ഓരോ ആന്റിബോഡിയുടെയും ജോലിയാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ജോലിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതാരെ ചെയ്യുന്നു എന്നുള്ളതാണ് ഉത്തരം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? അപ്പം മാതാവിൽ നിന്നും പ്ലാസന്റയിലൂടെ കടന്നു വന്ന് നവജാത ശിശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഇമ്മ്യൂണോഗ്ലോബുലിൻ IgG. എന്താ അത്? പ്ലാസന്റയിലൂടെ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പോകുന്നു. IgG ആണ് ആൻസർ.
ക്ലിയർ? ബാക്കിയും കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. IgA. IgA എന്തുവാ? കൊളസ്ട്രത്തിൽ അടങ്ങിയ ആന്റിബോഡിയാണ്. കൊളസ്ട്രം എന്താണെന്നറിയാമല്ലോ, പ്രസവശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ പാലാണെന്ത്? കൊളസ്ട്രം എന്ന് പറയുന്നത്. ഒരു ഇളം മഞ്ഞ നിറത്തിലൊക്കെ കാണുന്ന പാലാണ് കൊളസ്ട്രം. ആ കൊളസ്ട്രത്തിൽ അടങ്ങിയ ആന്റിബോഡിയാണ് എന്ത്? IgA എന്ന് പറയുന്നത്. ഇനി IgM ചോദിക്കുവാണെങ്കിലോ, IgM മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു ആന്റിജൻ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശരീരം ആദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡിയാണ് IgM. മനസ്സിലായോ? അപ്പം ആദ്യം ഉണ്ടാകുന്ന ആന്റിബോഡി. ക്ലിയർ? ഇനി IgE. IgE എന്തുവാ? അലർജിയുമായി ബന്ധപ്പെട്ടതാണ് IgE എന്ന് പറയുന്നത്. IgD എന്ന് പറയുന്നത് എന്താ? അത് വിഷവസ്തുക്കൾക്കെതിരെ ഉണ്ടാവുന്നതാണ്. ഉണ്ടാവുന്നതാണ് IgD. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരം കിട്ടിയല്ലോ. പ്ലാസന്റയിലൂടെ കടന്നു വന്ന് നവജാത ശിശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിനാണ് എന്ത്? IgG. ഓക്കെ, ഇത് നമ്മുടെ NCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. IgA രോഗപ്രതിരോധം സാധ്യമാക്കുന്നു. ഈ ആന്റിബോഡികൾ കൊളസ്ട്രത്തിൽ അടങ്ങിയിരിക്കുന്നു. IgD അലർജിക്കും വിഷവസ്തുക്കൾക്കുമെതിരായി പ്രവർത്തിക്കുന്ന ആന്റിബോഡിയാണ്. ബി ലിംഫോസൈറ്റിലാണ് കാണപ്പെടുന്നത്. IgE മറ്റു കോശങ്ങളെയും ബേസോഫിലുകളെയും ഉത്തേജിപ്പിച്ച് ഹിസ്റ്റമിനുകളെയും അതുപോലെയുള്ള വസ്തുക്കളെയും സ്വതന്ത്രമാക്കി അലർജിക്കെതിരെ രോഗപ്രതിരോധം സാധ്യമാക്കുന്ന ഈ ആന്റിബോഡികൾ ശ്ലേഷ്മരസത്തിലും എവിടെയൊക്കെ കാണപ്പെടുന്നു എന്ന് വെച്ചാൽ ശ്ലേഷ്മരസത്തിലും ത്വക്ക്, ശ്വാസകോശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഇനി IgG ചോദിച്ചു കഴിഞ്ഞാൽ മാതാവിൽ നിന്ന് പ്ലസന്റയിലൂടെ കടന്നു വന്ന് നവജാത ശിശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നു. കേട്ടോ, ഈ സ്റ്റേറ്റ്മെന്റ് അതേപോലെ എടുത്താണ് ചോദിച്ചിരുന്നത്. സാധ്യമാക്കുന്നു. ഇതാണ് IgG. ഇത് മൊത്തത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ഏകദേശം 75% വരും. അപ്പം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാ? IgG ആണ്. മനസ്സിലായോ? ഇനി IgM രോഗാണുബാധയുണ്ടായ ഭാഗത്ത് ആദ്യമെത്തി ബി ലിംഫോസൈറ്റുകളെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നു. മനസ്സിലായോ? രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നു. ക്ലിയർ? ഇവിടെ നോക്കിയേ, ഇമ്മ്യൂണോഗ്ലോബിനുകളിൽ ഏറ്റവും വലുത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? IgM. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലുള്ളത് IgGയും വലുത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IgM ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ആ ചോദ്യം കിട്ടി. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് എന്ത്? കെരാറ്റിൻ, ആൽബുമിൻ, ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ. ഓക്കെ, ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ നമുക്കറിയാം. എന്താ? ഫൈബ്രിനോജൻ. ആൽബുമിൻ അറിയാമല്ലോ, രക്തസമ്മർദ്ദം ക്രമീകരിക്കാനാണ് ആൽബുമിൻ. ഗ്ലോബുലിൻ എന്തുവാ? പ്രതിരോധ ശേഷി, രോഗപ്രതിരോധം നോക്കുക. എന്നുള്ളതാണ് ഗ്ലോബുലിൻ്റെ ജോലി. കെരാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താ? ദഹിക്കാത്ത ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നഖം, മുടി, ത്വക്കിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് ഇത് കെരാറ്റിൻ. ദഹിക്കത്തില്ല, മനുഷ്യൻ ദഹിക്കാത്ത ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ. അപ്പോൾ ഫൈബ്രിനോജനാണ് ഇവിടെ ആൻസർ. അടുത്ത് നോക്കാം. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരാണെന്ത്? കർസാപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? കർസാപ്പ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇതൊക്കെ സ്ഥിരം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യ രക്തപരിചരണ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു. എല്ലാ സിരകളും അശുദ്ധരക്തം വഹിക്കുന്നു. കൊറോണറി ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ,
ഓക്കെ, നമ്മുടെ ഹൃദയം വരച്ചൊക്കെ ഇച്ചിരി പ്രശ്നമാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പം ഹൃദയത്തിൻ്റെ പടമാണ് നമുക്ക് നോക്കാം. ഇതിനകത്ത് എങ്ങനെയാണ് നടക്കുന്നത്, സർക്കുലേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അശുദ്ധ രക്തം നീല കളറിൽ വരയ്ക്കാം. അപ്പം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തത്തെ എന്തുകൊണ്ട് വരുന്നു? അപ്പം ആദ്യം നമ്മൾ മുമ്പ് അറിയേണ്ട കാര്യം, ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നതെല്ലാം സിരകളാണ്, ഹൃദയത്തിൽ നിന്നും പോകുന്നതെല്ലാം ധമനികളുമാണ്. ഫസ്റ്റ് ഓർക്കേണ്ട പോയിന്റ് ഇതാ, ഹൃദയത്തിൽ നിന്നും വരുന്നതെല്ലാം സിരകൾ, പോകുന്നതെല്ലാം ധമനി. ഓക്കെ, അപ്പം എന്താണ്ടേ, ശരീരത്തിലെ അപ്പർ ബോഡി പാർട്ടിൽ നിന്നുള്ള അശുദ്ധ രക്തം ഊർധ്വമഹാസിര വഴി അകത്തേക്ക് കയറുന്നു. ലോവർ ബോഡി പാർട്ടിലുള്ള അശുദ്ധ രക്തം അധോ മഹാസിര വഴി അകത്തേക്ക് കയറുന്നു. ഈ അകത്തേക്ക് കയറിയ സാധനം എന്തുവാ? കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തമാണ്, അശുദ്ധ രക്തമാണ്. മനസ്സിലായോ? അപ്പൊ അശുദ്ധ രക്തം വഹിക്കുന്നതൊക്കെ സിരകളാണെന്ന് ആദ്യം മനസ്സിലാക്കുക. സിരകൾ എന്തോ ചെയ്യുന്നത്? അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ധമനികൾ എന്തായിരിക്കും? ശുദ്ധരക്തവും. അപ്പൊ ആ ഒരു പോയിന്റ് കിട്ടിയല്ലോ. അശുദ്ധ രക്തം വഹിക്കുന്നത് സിരകളും ശുദ്ധരക്തം വഹിക്കുന്നത് ധമനികളും. ഓക്കെ, അപ്പൊ റൈറ്റ് ഏട്രിയത്തിലേക്ക് കയറിയ രക്തം ആ നേരെ ഊർന്ന് എന്ത് ചെയ്യും? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അതേ രക്തം, കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ അതേ രക്തം പുറത്തേക്ക് പോകുന്നു. ഹൃദയത്തിൽ നിന്ന് പോകുന്നത് ആരാ? നമ്മൾ ധമനിയാന്ന് പഠിച്ച്, ഹൃദയത്തിൽ നിന്ന് പോകുന്നത് ധമനിയാന്ന് പഠിച്ച്. പക്ഷേ ഈ പോയേക്കുന്നത് എന്തുവാ? കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ വേറൊരു കാര്യവും പഠിച്ച്, അശുദ്ധ രക്തം വഹിക്കുന്നതാണ് ധമനിയെന്നും ശുദ്ധരക്തം വഹിക്കുന്നതാണ് ധമനിയെന്നും പഠിച്ചു. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന എന്തുവാ? അശുദ്ധ രക്തമാണ്. മനസ്സിലായോ? അപ്പോൾ അവിടെ എക്സെപ്ഷൻ പഠിക്കേണ്ട കേസ്, അശുദ്ധ രക്തം വഹിക്കുന്ന ധമനി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ലങ്സിലേക്കാണ് പോകുന്നത്. മനസ്സിലായോ? അപ്പം ശ്വാസകോശ ധമനി ഒരു എക്സെപ്ഷൻ കേസാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുപോകുന്നു. ക്ലിയർ ആണല്ലോ? ലങ്സിൽ വെച്ച് എന്താ ചെയ്യുന്നത്? ഓക്സിജനേഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിനെ മാറ്റുന്നു, ഓക്സിജനെ കയറ്റുന്നു. എന്നിട്ട് തിരിച്ച് പുറത്തേക്ക് വരുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഓക്സിജൻ അടങ്ങിയ രക്തമാണ് ഇതിലേക്ക് കൂടെ പോകുന്നത്, ഇല്ലയോ? ഓക്സിജൻ അടങ്ങിയ രക്തമാണ് പോകുന്നത്. ഇവിടെ ഒരു പ്രശ്നം വന്നില്ലയോ? നമ്മൾ പറഞ്ഞ് ഹൃദയത്തിലേക്ക് വരുന്നത് സിരയാണ്. അപ്പൊ ഇത് സിരയാണെന്ന് നമുക്ക് മനസ്സിലായി, ഇത് സിരയാണ്, വെയിനാണ്. പക്ഷെ കൊണ്ടുവരുന്നത് എന്തുവാ? ഓക്സിജനേറ്റഡ് ബ്ലഡ്. നമ്മൾ നേരത്തെ പഠിച്ച എന്തുവാ? സിരകൾ അശുദ്ധരക്തം കൊണ്ടുവരുന്ന. പക്ഷെ ഇവിടെ കൊണ്ടുവരുന്നത് ശുദ്ധരക്തമാണ്. അപ്പൊ അവിടെയും പഠിക്കേണ്ട ഒരു എക്സെപ്ഷൻ കേസ്, ശുദ്ധരക്തം വഹിക്കുന്ന സിര എവിടുന്ന് വരുന്നതാ? ശ്വാസകോശത്തിൽ നിന്ന്. അപ്പൊ ഇതിന്റെ പേര് ശ്വാസകോശ സിര. ഓക്കെ, അത് നേരെ എവിടെ കയറുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിൽ കയറുന്നു. അവിടുന്ന് ലെഫ്റ്റ് വെൻട്രിയത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ധമനി, ഏറ്റവും വലിയ ധമനി ഏതാ? മഹാധമനി അല്ലെങ്കിൽ അയോർട്ട വഴി പുറത്തേക്ക് പോകുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ അതാണ്ട് നമ്മൾ പറഞ്ഞതിനകത്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അശുദ്ധ രക്തം വഹിക്കുന്ന സിര എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ ശുദ്ധരക്തം വഹിച്ച ഒരു സിരയെ കണ്ടത്, ശ്വാസകോശ സിര. അപ്പം ശുദ്ധരക്തം വഹിക്കുന്ന ധമനി എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ അശുദ്ധരക്തം വഹിച്ച ഒരു ധമനിയെ കണ്ടത്. ഓക്കെ, ഇനി ആ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഒന്ന് നോക്കിയേ. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു, ശരിയാണോ? അല്ല. ഇവിടെ നമ്മൾ അശുദ്ധരക്തം വഹിക്കുന്ന ഒരു ധമനി പഠിച്ചായിരുന്നു, ശ്വാസകോശ ധമനി. അപ്പം ഇത് തെറ്റാണ്. എല്ലാ സിരകളും അശുദ്ധരക്തം വഹിക്കുന്നു. നമ്മൾ ശുദ്ധരക്തം വഹിക്കുന്ന ഒരു സിര പഠിച്ചായിരുന്നു, ശ്വാസകോശ സിര. അപ്പൊ ഇതും തെറ്റാണ്. കൊറോണറി ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. ഇനി കൊറോണറി ധമനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശുദ്ധരക്തം ഈ പറഞ്ഞ മഹാധമനിയിൽ നിന്ന് ശുദ്ധരക്തം എങ്ങോട്ടാണ് പോകുന്നത്? ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കുമാണ് പോകുന്നത്. അതിലൊരു ഭാഗമാണ് നമ്മുടെ ഹൃദയവും, ഇല്ലയോ? ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിക്കണമെങ്കിൽ, എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ ശുദ്ധരക്തം കൊടുക്കണം. അതേപോലെ ഒരു അവയവമാണ് ഹൃദയം. അപ്പൊ ഹൃദയം പ്രവർത്തിക്കണമെങ്കിലും അതിനെന്ത് വേണം? ശുദ്ധരക്തം വേണം, ഇല്ലയോ? അപ്പം ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് കൊറോണറി ധമനി എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്കൂടെ പോകുന്നത് എന്തായിരിക്കും? ശുദ്ധരക്തമായിരിക്കും. മനസ്സിലായോ? ശുദ്ധരക്തം കൊടുത്താലല്ലേ ഹൃദയം പ്രവർത്തിക്കൂ. ഓക്കെ, അപ്പൊ കൊറോണറി ധമനി എന്ത് വഹിക്കുന്നു? അശുദ്ധരക്തമല്ല, അത് ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. അപ്പൊ അതും തെറ്റ്. ഇനി ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. ശ്വാസകോശ ധമനി എന്തോ വഹിക്കുന്നത്? അശുദ്ധരക്തം. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് ശരി. അപ്പൊ പ്രസ്താവന 4 ശരി. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ. ഈ കഴിഞ്ഞ LDക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയയാണ് സാൽമോണല്ല ബാക്ടീരിയ, സൂപ്പർ ബഗ്, ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ, ഈക്കോളി ബാക്ടീരിയ. ആൻസർ എന്താ? ഈക്കോളി ബാക്ടീരിയ അല്ലെങ്കിൽ എസ്ചീരിയ കോളി എന്ന് പറയും. മനസ്സിലായോ? നമ്മുടെ വൻകുടലിലൊക്കെ കാണപ്പെടുന്നതാണ്. വൻകുടലിന്റെ ഭാഗമായിട്ടുള്ള സീക്കത്തിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയ കൂടിയാണ് ഈക്കോളി ബാക്ടീരിയ അല്ലെങ്കിൽ എസ്ചീരിയ കോളി. എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? ഇത് വിറ്റാമിൻ K, B7, B12 ഒക്കെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു ബാക്ടീരിയ കൂടിയാണ് ഈക്കോളി ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്ത ചോദ്യം നോക്കാം. നിശ്വാസവായുവിലെ വാതകങ്ങളുടെ അളവ് ചൂടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത് ഓക്സിജൻ 15%, രണ്ടാമത്തെ കാർബൺ ഡൈ ഓക്സൈഡ് 0.4%, നൈട്രജൻ 78%, ജലബാഷ്പം 0.96%. മനസ്സിലായോ? അപ്പം നമ്മളൊന്ന് നോക്കണം. ഉച്ഛ്വാസം എന്താണെന്ന് മനസ്സിലായല്ലോ. ഉച്ഛ്വാസം അന്തരീക്ഷ വായുവിന് അകത്തേക്ക് കയറുന്നു, നിശ്വാസം പുറത്തേക്ക് പോകുന്നു. മനസ്സിലായോ? അപ്പോൾ അത് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഉച്ഛ്വാസവായുവിൽ ഏറ്റവും കൂടുതൽ അകത്തേക്ക് കയറുന്നത്, നിശ്വാസവായുവിൽ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകുന്നത്, അതിൻ്റെ അളവുകളും ക്രമീകരണവും നമ്മൾ പഠിക്കണം. ടെക്സ്റ്റിൽ ഒരു ടേബിളിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം ആദ്യമേ നമുക്ക് ഉച്ഛ്വാസവായു ഒന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഉച്ഛ്വാസവായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കാം, അല്ലയോ? നമ്മൾ എന്തുവാ ഉച്ഛ്വാസത്തിന്റെ ഡെഫിനിഷൻ പഠിച്ചേ? അന്തരീക്ഷ വായു അകത്തേക്ക് കയറുന്ന. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകം ഏതാ? നൈട്രജൻ. നമ്മൾ പഠിച്ചില്ലയോ? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാതകമാണ് നൈട്രജൻ. എത്ര ശതമാനമുണ്ട്? 78%. അതായത് ഒരു യൂണിറ്റ് നമ്മൾ കുറച്ച് അന്തരീക്ഷ വായു എടുത്ത് ഒരു കുപ്പിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ കുപ്പിക്കകത്ത് 78% എന്തായിരിക്കും? നൈട്രജൻ ആയിരിക്കും. 21% എന്തായിരിക്കും? ഓക്സിജൻ ആയിരിക്കും. ആ ഒരു ക്രമീകരണമാണ് അന്തരീക്ഷ വായു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതേ അന്തരീക്ഷ വായുവാണ് നമ്മുടെ ഉള്ളിലേക്കും കയറുന്നത്. അപ്പം ഉച്ഛ്വാസവായുവിൽ ഏറ്റവും കൂടുതൽ അകത്തേക്ക് കയറുന്ന വാതകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉച്ഛ്വാസവായുവിൽ ഏറ്റവും കൂടുതൽ അകത്തേക്ക് കയറുന്ന വാതകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 78% ആര് തന്നെ? നൈട്രജൻ തന്നെയാണ്. മനസ്സിലായോ? അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജനാണ്, 21%. അത് കഴിഞ്ഞാൽ വരുന്നതാണ് ജലബാഷ്പം 0.96%. അത് കഴിഞ്ഞാൽ മാത്രമാണ് ആര് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് 0.03%. ക്ലിയർ ആണോ? ഇത് നമ്മുടെ ഉച്ഛ്വാസവായുവിലെ ക്രമീകരണമാണ് പറഞ്ഞത്. ഇനി ഇതേപോലെ തന്നെ നിശ്വാസവായുവിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്തേക്ക് പോകുന്നതും ഏറ്റവും കൂടുതൽ ആര് തന്നെ? നൈട്രജൻ തന്നെ. ഒരിക്കലും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് കുത്തരുത്. ഫസ്റ്റ് ഓപ്ഷൻ നമ്മളെ തെറ്റിക്കാൻ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ കാണും. പക്ഷെ എന്തോട് ഉത്തരം? നൈട്രജൻ ആണ്. മനസ്സിലായോ? നമ്മൾ കയറുന്ന ഈ നൈട്രജൻ എങ്ങും ഉപയോഗിക്കുന്നില്ല. 78% അതേപോലെ പുറത്തു പോവാം. മനസ്സിലായോ? എന്നാൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയും നമുക്ക് ഒരു 50% പേരെങ്കിലും തെറ്റും, കൊണ്ടുപോയി കാർബൺ ഡൈ ഓക്സൈഡ് കുത്തും. അപ്പോൾ അവിടെ ഉത്തരം എന്തുവാ? അതും ഓക്സിജൻ തന്നെയാണ്. അപ്പോൾ രണ്ടാമത് ഏറ്റവും കൂടുതൽ പുറത്തു പോകുന്നത് വരെ തന്നെ ഓക്സിജൻ തന്നെ. 15% കയറിയ 21 നിന്നും 15 പുറത്തേക്ക് പോകുന്നത്. മനസ്സിലായോ? അത് കഴിഞ്ഞാൽ മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു 4%. പിന്നെ വരുന്ന ജലബാഷ്പം 3%. മനസ്സിലായോ? ഇതാണ് ഉച്ഛ്വാസവായു നിശ്വാസവായുവിലെ ക്രമീകരണങ്ങൾ. ഇത് പഠിച്ചു വെച്ചേക്കണം. നമുക്ക് തെറ്റാൻ സാധ്യതയുള്ളത്, ഉച്ഛ്വാസവായുവിൽ ഏറ്റവും കൂടുതൽ അകത്ത് കയറുന്നതെന്ന് ചോദിച്ചിട്ട് അവർ ഒന്നാമത്തെ ഓപ്ഷനിൽ ഓക്സിജൻ കൊടുക്കും. പെട്ടെന്ന് എഴുതി വരുന്നത് നമുക്ക് തെറ്റുകയും ചെയ്യും, നമ്മൾ ഓക്സിജൻ കുത്തുകയും ചെയ്യും. അപ്പോൾ അവിടെ PSC ഒരുക്കുന്ന ഒരു ട്രാപ്പാണ്. അതേപോലെ മറ്റൊരു ട്രാപ്പ് ചോദ്യമാണ്, നിശ്വാസവായുവിൽ ഏറ്റവും കൂടുതൽ പുറന്തള്ളുന്ന രണ്ടാമത്തെ വാതകം ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ നൈട്രജൻ അറിയാവുന്നവർക്ക് എന്ത് ചെയ്യും? ചിലവരൊക്കെ ഓക്സിജൻ കുത്തും. ഒന്നാമത്തത് കാർബൺ ഡൈ ഓക്സൈഡ്, അപ്പോൾ രണ്ടാമത്തെ ഓക്സിജൻ ആയിരിക്കും എന്നുള്ള ധാരണയും ചിലപ്പോൾ ചിലവർ അങ്ങനെ ഓക്സിജൻ കുത്തും. മറ്റു ചിലവരെന്തുവാ, ഈ നൈട്രജൻ പുറത്ത് പോകുന്നതെന്ന് അറിയാവുന്നവർ ചിലപ്പം രണ്ടാമത് അത് കഴിഞ്ഞിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പോകത്തോളം എന്ന് വിചാരിക്കും. പക്ഷേ അവിടെ ആരാണ്? ഓക്സിജൻ തന്നെയാണ്. അപ്പം രണ്ടാമത് ഏറ്റവും കൂടുതൽ പുറത്ത് പോകുന്ന ആര് തന്നെ? ഓക്സിജനാണ്. നമ്മളെ തെറ്റിക്കാൻ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതായിരിക്കും PSC ആദ്യത്തെ ഓപ്ഷനിൽ ഇടുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഉത്തരം തെറ്റരുത്. ഇനി മറ്റൊരു ചോദ്യം, ഒരു ശ്വസന പ്രക്രിയയിൽ ആഗിരണം ചെയ്യുന്ന ഓക്സിജന്റെ അളവ് ചോദിച്ചിട്ടുണ്ട്. ആഗിരണം ചെയ്യുന്നത്, അതായത് 21 എടുത്തിട്ട് എത്ര മാത്രമാണ് ശരീരം സ്വീകരിക്കുന്നത്? 6% സ്വീകരിക്കുന്നു, 5% പുറത്തു പോകുന്നു. അപ്പോൾ ആഗിരണം ചെയ്യുന്ന എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6%. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം. നിശ്വാസവായുവിലെ വാതകങ്ങളുടെ അളവ് കൊടുത്തിരിക്കുന്നു. ശരിയായത് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്സിജൻ 15% ശരി. കാർബൺ ഡൈ ഓക്സൈഡ് 0.4% അല്ല, 0.4% അല്ല, 4%. നൈട്രജൻ 78% ശരി. ജലബാഷ്പം 0.96% അല്ല, 3% ഉത്തരം. അപ്പം 1ഉം 3ഉം ശരി. ആൻസർ സി, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു. ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകൾ വഴിയും ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം തെറ്റാണ്. മനസ്സിലായോ? അപ്പോൾ പ്രമേഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കുറയുന്നതോ അല്ലെങ്കിൽ
ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതോ ആണ് എന്ത് പ്രമേഹം എന്ന് പറയുന്നത്. ആ പ്രമേഹം രണ്ട് തരത്തിലാണ്. ടൈപ്പ് 1 പ്രമേഹമുണ്ട്, ടൈപ്പ് 2 പ്രമേഹമുണ്ട്. മനസ്സിലായോ? ടൈപ്പ് 1 പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടൈപ്പ് 1 പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പ്രതിരോധ വൈകല്യമാണ്. സ്വയം പ്രതിരോധ വൈകല്യം മൂലം ഉണ്ടാകുന്നതാണ്. അതായത് കുട്ടികളിലൊക്കെ അവരിലെ ലിംഫോസൈറ്റുകളിലൊക്കെ തകർച്ച മൂലം ഉണ്ടാകുന്നതാണ് ടൈപ്പ് 1 പ്രമേഹം. എന്നാൽ ടൈപ്പ് 2 പ്രമേഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈപ്പ് 2 പ്രമേഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവിതശൈലി രോഗം മൂലം ഉണ്ടാകുന്നതാണ്. ജീവിതശൈലി രോഗം മൂലം ഉണ്ടാകുന്നതാണ്. ജീവിതശൈലി രോഗം മൂലം ഉണ്ടാകുന്നതാണ്. ഈ ഒരു പോയിന്റ് അറിയാമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇത് ശരിയാണെന്ന് മനസ്സിലാവും, അല്ലയോ? ജീവിതശൈലി രോഗം മാറ്റാനുള്ള രീതികളിൽ ഈ പറയുന്നത് ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകൾ വഴിയും ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം. അപ്പോൾ ജീവിതശൈലി രോഗമാണോ ഈ രീതിയിൽ നമുക്ക് അതെല്ലാം മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻ ശരിയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാരണം എങ്ങനെ ഉണ്ടാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിയുമ്പം ഈ കൊഴുപ്പിനെ നമ്മൾ കോശങ്ങളിലേക്ക് മാറ്റും. മനസ്സിലായോ? കൊഴുപ്പ് കോശങ്ങളിലേക്ക് മാറ്റും. ഈ അവസ്ഥയിൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസിനെ ഇൻസുലിൻ എങ്ങോട്ട് കൊണ്ടുപോകണം? കോശത്തിൽ കൊണ്ടുപോയി അതിനെ ഗ്ലൈക്കജനായി ആക്കി മാറ്റണം. പക്ഷേ ഇൻസുലിൻ അധികമുള്ള ഗ്ലൂക്കോസിനെ എടുത്ത് കോശത്തിലേക്ക് പോകുമ്പോൾ ആ കോശത്തിനകത്ത് ആരുണ്ട്? കൊഴുപ്പുണ്ട്. മനസ്സിലായോ? ഈ കൊഴുപ്പടങ്ങിയ കോശങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. അവരാരെ സ്വീകരിക്കത്തില്ല? അവർ ഇൻസുലിനെ സ്വീകരിക്കത്തില്ല. ഇൻസുലിനെ അകത്തോട്ട് കയറ്റത്തില്ല. ഇൻസുലിൻ കയറിയാലല്ലേ അധികമുള്ള ഗ്ലൂക്കോസും കയറത്തുള്ളൂ. അപ്പോൾ ഇൻസുലിൻ കയറത്തില്ല. മനസ്സിലായോ? അതായത് ആ കോശങ്ങൾ എന്തായിട്ട് മാറും? ആ കോശങ്ങൾ ഇൻസുലിൻ പ്രതിരോധമായി മാറും. പ്രതിരോധമായി മാറും. അതായത് ആ ഇൻസുലിന് ലക്ഷ്യകോശങ്ങളിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതല്ലേ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്? ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. അപ്പോൾ അതും ശരിയാണ്. മനസ്സിലായോ? പിന്നെ ഇതിന് കാരണം എന്ന് പറയുന്നത് എന്താ? പൊണ്ണത്തടിയും ജീൻ തകരാറും മൂലമാണ് ഇതുണ്ടാവുന്നത്. അപ്പം ബിയും ശരിയാണ്. അപ്പം അനുയോജ്യമല്ലാത്ത പ്രസ്താവന ചോദിച്ചു കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞവയെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഇതാണ് അനുയോജ്യമല്ലാത്തത്. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ആൻസർ മുകളിൽ പറഞ്ഞവ പ്രസ്താവനകളെല്ലാം തെറ്റാണ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത് നോക്കാം. രക്തം കട്ടപിടിക്കലിൻ്റെ ശരിയായ ക്രമം എഴുതുക. ഫൈബ്രിനോജൻ ഫൈബ്രിൻ നാരുകളാകുന്നു, പ്രോത്രോംബിൻ ത്രോംബിനാകുന്നു, ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. ഓക്കെ, രക്തം കട്ടപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇപ്പോൾ എവിടെയെങ്കിലും കയ്യിൽ ഒരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഇവിടെ ഒരു മുറിവ് വന്നെന്ന് വിചാരിക്കാം. ഈ മുറിവ് സംഭവിച്ചെടുത്ത് എന്ത് ചെയ്യും? അതിനോട് ചുറ്റും നിൽക്കുന്ന കലകളും അതേപോലെ പ്ലേറ്റ്ലെറ്റ്സും എന്തിനെ നിർമ്മിക്കും? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു എൻസൈമിനെ ഉണ്ടാകും. ത്രോംബോപ്ലാസ്റ്റിൻ അല്ലെങ്കിൽ ത്രോംബോകൈനേസ് എന്നും ഇതിനെ പറയും. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യും? എനിക്കൊരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള കലകളും പ്ലേറ്റ്ലെറ്റ്സും എന്തിനെ ഉണ്ടാക്കും? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന എൻസൈമിനെ ഉണ്ടാക്കും. അപ്പോൾ ആദ്യം അവിടെ ഉണ്ടാവുന്ന എന്തുവാ? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞ എൻസൈമാണ്. താണ്ടെ അപ്പം 3 ആണ് ആദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടി 3. ആദ്യം വരുന്നത് 2 ഓപ്ഷനാണ്. ഇത് രണ്ടും നമുക്ക് അന്നേരം തന്നെ വെട്ടിക്കളയാമല്ലോ. ഇത് രണ്ടും അല്ല എന്നൊക്കെ അന്നേരം തന്നെ മനസ്സിലാവും. 3 ആദ്യം വരുന്നത് 2 ഓപ്ഷനേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് പറയാം. അപ്പോൾ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞ എൻസൈം ഉണ്ടായി. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യും? നമ്മുടെ പ്ലാസ്മയിലെ പ്രോത്രോംബിൻ ഈ പ്രോത്രോംബിൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ഫോമാണ്. മനസ്സിലായോ? ഈ ഇനാക്റ്റീവ് ഫോമിനെ ഈ പറഞ്ഞ ത്രോംബോപ്ലാസ്റ്റിനും അതേപോലെ കാൽഷ്യം, വൈറ്റമിൻ കെയുടെ ഒക്കെ സഹായത്തോടു കൂടി ത്രോംബിൻ ആക്കി മാറ്റും. അപ്പം ത്രോംബോപ്ലാസ്റ്റിൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രോത്രോംബിനെ ത്രോംബിൻ ആക്കി മാറ്റുന്നു. അതെവിടെയെങ്കിലും ഉണ്ടോ? പ്രോത്രോംബിനെ ത്രോംബിനാവുന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്, അല്ലയോ? അപ്പം 3 കഴിഞ്ഞാൽ 2 നടക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പം ബിയും തെറ്റ്. ആൻസർ എന്താ? ഓപ്ഷൻ ഡി ആയിട്ട് നമുക്ക് കിട്ടും. ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. പ്രോത്രോംബിൻ ത്രോംബിനാകും, ആക്റ്റീവ് ഫോമായ ത്രോംബിനാകും. ഇനി ഈ ത്രോംബിൻ എന്ത് ചെയ്യും? ഫൈബ്രിനോജനെ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജനെ ത്രോംബിൻ എന്താ ചെയ്യുന്നത്? ത്രോംബിൻ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റും. മനസ്സിലായോ? ഫൈബ്രിൻ നാരുകളാക്കി മാറ്റും. ഈ ഫൈബ്രിൻ നാരുകളാണ് ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ നാര് പോലെ കടന്ന് ഇതിനകത്തൂടെ പോകുന്ന RBCനെയും പ്ലേറ്റ്ലെറ്റ്സിനെയും ഒക്കെ തടഞ്ഞു വയ്ക്കും. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മുടെ രക്തം കട്ടപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കൊരു മുറിവുണ്ടായി. ഇതിനടുത്തുള്ള കലകളെല്ലാം ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞ എൻസൈം ഉണ്ടാക്കി. ഈ എൻസൈം നേരെ പോയി പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റി. പിന്നീട് ആ ത്രോംബിൻ എന്ത് ചെയ്ത് പ്ലാസ്മയിലുള്ള ഫൈബ്രിനോജനെ
ഫൈബ്രിൻ നാരുകളാക്കി മാറ്റി. ഈ നാരുകൾ വന്ന് ഈ മുറിവ് വന്ന സ്ഥലത്ത് കെട്ടിക്കടന്ന് അതിലൂടെ പോകുന്ന RBCനെയും പ്ലേറ്റ്ലെറ്റ്സിനെയൊക്കെ തടഞ്ഞു നിർത്തി. പുറത്തേക്ക് പോകാൻ ചാൻസ് ഉള്ള RBCനെയും പ്ലേറ്റ്ലെറ്റ്സിനെയും തടഞ്ഞു നിർത്തി. അതാണ് രക്തം കട്ട പിടിക്കുന്നത്. മനസ്സിലായോ? ഈ പറഞ്ഞേക്കുന്ന എവിടെയെങ്കിലും നമുക്കൊന്ന് മുറിവ് തട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ബ്ലഡ് ഒഴുകാൻ തുടങ്ങും, അല്ലയോ? പിന്നെ ഇത് ക്ലോട്ട് ആവണമെങ്കിൽ വീണ്ടും ഈ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞ് നടക്കണം. ക്ലിയർ ആണോ? അപ്പോൾ രക്തം കട്ട പിടിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ മനസ്സിലായല്ലോ ആൻസർ. ഇതാണ് സ്റ്റെപ്പുകൾ. 1ാമത്തെ സ്റ്റെപ്പ്, 2ാമത്തെ സ്റ്റെപ്പ്, 3ാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാം. മേഴ്സ് ഒരു ബാധിക്കുന്ന ശരീര വ്യവസ്ഥയാണ് ശ്വസന വ്യവസ്ഥ. പാറ്റയുടെ ശ്വസനാവയവം കോശസ്തരം. ആരോഗ്യമുള്ള സ്ത്രീകളുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 3 ലിറ്ററാണ്. മനുഷ്യനിൽ ന്യൂമോണിയ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ള പാറ്റയുടെ ശ്വസനാവയവങ്ങളും പഠിച്ചിട്ടുണ്ട്, അല്ലയോ? പാറ്റയുടെ ശ്വസനാവയവം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താ? കോശസ്തരം അല്ല, അത് ട്രക്കിയ ആണ്. അപ്പം പാറ്റയിലെ ശ്വസനാവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രക്കിയാണ്. അപ്പം 2ാമത്തെ ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. 2ാമത്തത് തെറ്റാ, അല്ലയോ? 2 തെറ്റായിട്ട് വരുന്ന ഏതൊക്കെ നമുക്ക് കളയാം? ഇതിനകത്ത് ശരിയായതല്ലേ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം 2 തെറ്റ്. അപ്പം ഓപ്ഷൻ എ അല്ല. ഇവിടെയുണ്ട് 2, ഇതും വെട്ടിക്കളയാം. ഇവ എല്ലാത്തിനകത്തും ഉണ്ട്. അപ്പം ആൻസർ എന്തുവാ? 1, 3, 4. അപ്പം മേഴ്സ് ബാധിക്കുന്ന ശരീര വ്യവസ്ഥയാണ് ശ്വസന വ്യവസ്ഥ. ആരോഗ്യമുള്ള സ്ത്രീകളിൽ വൈറ്റൽ കപ്പാസിറ്റി നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു, 3 ലിറ്റർ. പുരുഷന്മാരിൽ 4.5 ലിറ്റർ. മനുഷ്യനിൽ ന്യൂമോണിയ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. മനസ്സിലായോ? മെർസ്. ഓക്കെ, ഇനി ഇതിനകത്തെ മെർസ് എന്താണ് നമുക്ക് നോക്കാം. മെർസിന്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെച്ചോണം. മെർസിന്റെ ഫുൾ ഫോം എന്തുവാ? മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം. മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം, അതാണ് മേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം. സി ആകൃതിയിലെ തരുണാസ്ഥികൾ കാണപ്പെടുന്ന എവിടാ? സി ആകൃതിയിലെ തരുണാസ്ഥി കാണപ്പെടുന്ന എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഇല്ലയോ? ശ്വാസകോശം. ശ്വാസകോശത്തിനകത്തെ ശ്വാസനാളത്തിലാണ് എന്ത്? സി ആകൃതിയിലെ തരുണാസ്ഥികൾ കാണുന്നത്. മനസ്സിലായോ? ശ്വാസനാളത്തിനകത്ത് എങ്ങനെ സംരക്ഷണമുണ്ട്? സി ആകൃതിയിലെ തരുണാസ്ഥികളാൽ സംരക്ഷണമാണെന്ത്? ശ്വാസനാളം. ശ്വാസനാളത്തിന്റെ ഇംഗ്ലീഷ് ആണ് ട്രക്കിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആൻസർ എന്താ? ട്രക്കിയ. അപ്പം സി ആകൃതിയിലെ തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ട്രക്കിയാണ്. ഓക്കെ, ഇനി മറ്റേതെങ്കിലും ഭാഗത്തൊക്കെ വേറെ ഏതൊക്കെ ഭാഗത്താണ് തരുണാസ്ഥി കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശ്വാസനാളത്തിലുണ്ട്. പിന്നെ അത് കൂടാതെ ദാണ്ടെ ഇങ്ങോട്ടും കിടപ്പുണ്ട്, ശ്വസനിയിലും ഉണ്ട്. അപ്പം ശ്വാസനാളം, ശ്വസനി. പിന്നെ എവിടെയൊക്കെയുണ്ട്? നമ്മുടെ ഈ മൂക്കിൻ്റെ തുമ്പത്തുള്ള ഒരു തരുണാസ്ഥി ഉണ്ട്. എന്താ? നേസൽ സെപ്റ്റം എന്ന് പറയുന്നത്. തരുണാസ്ഥി എവിടെയൊക്കെ കാണപ്പെടുന്നു നമ്മൾ പറയുന്നത്? നേസൽ സെപ്റ്റം. അവിടെയും തരുണാസ്ഥി ഉണ്ട്. നേസൽ സെപ്റ്റത്തിലുണ്ട് തരുണാസ്ഥി ഉണ്ട്. പിന്നെ ഒന്ന് നമ്മുടെ ചെവിയിൽ സാധാരണ കമ്മൽ കുത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ മാംസം നിൽക്കുന്ന ഭാഗത്താണ്. അതുകൂടാതെ 2, 3 കമ്മലിടുന്നവർ മേളിലോട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഇടും, അല്ലയോ? ഇതെന്ന് പറഞ്ഞാൽ ഒരു തരുണാസ്ഥിയാണ്. ചെവിക്കുട. അപ്പോൾ ചെവിക്കുട എന്താ? ഒരു തരുണാസ്ഥിയാണ് ചെവിക്കുട. ഓക്കെ, പിന്നെ നമ്മുടെ കശേരുക്കൾക്കിടയിൽ, കശേരു എന്ന് പറഞ്ഞാൽ നട്ടലിലെ ചെറിയ അസ്ഥികൾക്ക് പറയുന്നതാണ് കശേരു. ഓരോ കശേരുക്കൾക്കിടയിലും വരുന്നുണ്ട്. കശേരുക്കൾക്കിടയിൽ വരുന്നുണ്ട്. അപ്പം തരുണാസ്ഥി വരുന്ന എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇവിടെ. ഇതുകൂടാതെ 2 അസ്ഥികൾക്കിടയിലൊക്കെ വരുന്നുണ്ട്. മനസ്സിലായോ? കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിയല്ലോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ കോശാംഗം ഏത്? ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയ, മർമ്മം, റൈബോസം, ഹരിതകണം. ഓക്കെ, അപ്പം മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയയിലാണ് മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയത്. മാംഗനീസ് ഏറ്റവും കൂടുതൽ വരുന്ന എവിടെ? മൈറ്റോകോൺട്രിയയിലാണ്. എന്നാൽ മഗ്നീഷ്യം ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്
ഹരിതകത്തിലാണ്. ഹരിതകം, ക്ലോറോഫിലാണ് മഗ്നീഷ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയത്. ഇത് രണ്ടും പഠിച്ചു വെച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. കോശശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് രക്തത്തിൽ എത്തുന്നത് എങ്ങനെ? പ്ലാസ്മയിൽ ലയിച്ച് വായു അറകളിലൂടെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ടിഷ്യൂ ദ്രവത്തിലൂടെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? കോശത്തിനകത്തുണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് പോകുന്നത്? കോശത്തിനകത്തുണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് രക്തക്കുഴലിലേക്ക് കയറുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ഇടയ്ക്കുള്ള ടിഷ്യൂ ഫ്ലൂയിഡ് വഴി. അപ്പോൾ ആൻസർ എന്താ? ടിഷ്യൂ ഫ്ലൂയിഡ്. ഇനി ഇതിൻ്റെ ആൻസർ നമുക്ക് അറിഞ്ഞുകൂടാങ്കിൽ പോലും എഴുതാവുന്നതാണ്. കോശത്തിലുണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് രക്തത്തിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചേക്കുന്നത്. രക്തത്തിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, പ്ലാസ്മയിൽ ലയിച്ച്. പ്ലാസ്മ എവിടെ? രക്തത്തിലല്ലയോ? അപ്പോൾ അത് ഉത്തരം വരുമോ? ഇത് നമുക്ക് വെട്ടിക്കളഞ്ഞൂടായോ? അതേപോലെ രണ്ടാമത്തെ നോക്കിയേ, വായുവറ ഇനി വരുന്നതേ ഉള്ളൂ. രക്തത്തിൽ നിന്നാണ് പിന്നെ വായുവറയിലോട്ട് കയറുന്നത് അല്ലയോ? അപ്പോൾ അതും നമുക്ക് വെട്ടിക്കളയാം. ഹീമോഗ്ലോബിനുമായി ചേർന്ന്. ഹീമോഗ്ലോബിൻ എവിടെ? രക്തത്തിൽ. ചോദ്യം എന്തുവാ? രക്തത്തിലോട്ട് കയറുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ ഹീമോഗ്ലോബിൻ രക്തത്തിലാണ്. അപ്പോൾ അതുമല്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ടിഷ്യൂ ദ്രവമേ ഉള്ളൂ. മനസ്സിലായോ? അങ്ങനെയും നമുക്ക് ഉത്തരം കണ്ടെത്താം. പറഞ്ഞുകൂടാത്ത ചോദ്യങ്ങളിൽ ഈ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡയഫ്രം ചുരുങ്ങി വളവൽപ്പം നിവരുന്നു, വാരിയലിൻ കൂട് ഉയരുന്നു. ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു, വാരിയലിൻ കൂട് താഴുന്നു. ഔരസാക്ഷ്യത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ശ്വാസകോശം വികസിക്കുന്നു. ഓക്കെ, അപ്പം ഉച്ഛ്വാസം, നിശ്വാസം അതിൻ്റെ ഘട്ടങ്ങളാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം ഉച്ഛ്വാസത്തിൻ്റെ ഘട്ടം എന്താണെന്നുള്ളത്. ഉച്ഛ്വാസം, നിശ്വാസം. ഓക്കെ, ഉച്ഛ്വാസം നടക്കുന്നത് എങ്ങനെയാ? ഫസ്റ്റ് സ്റ്റെപ്പ്, ശ്വസന പ്രക്രിയ നിയന്ത്രിക്കുന്ന പേശികളാണ് ഡയഫ്രവും ഇന്റർകോസ്റ്റൽ പേശികൾ. ഇത് രണ്ടും സങ്കോചിക്കുന്നു. എന്തൊക്കെയാ? ഡയഫ്രം അതേപോലെ ഇന്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ, സങ്കോചിക്കുന്നു. മനസ്സിലായോ? ഇത് സങ്കോചിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആണ്ടേ നമ്മുടെ ശ്വാസകോശം, ഇതിന് ചുറ്റും ഇങ്ങനെ കമാനാകൃതിയിലാണ് ഡയഫ്രം ഇരിക്കുന്നത്. ഇതെന്തായിട്ട് മാറും? ഈ വളവൽപ്പം ഒന്ന് നിവർന്ന് നേരെയാവും. മനസ്സിലായോ? നേരെ ആകുമ്പോഴത്തേക്കിനും ദാണ്ടെ ഇത്രയും ഏരിയ എന്തായി മാറി? ഇത്രയും വോളിയം കൂടെ കൂടിയത്. അതേപോലെ വാരിയലിൻ കൂടി നേരെ ഉയർന്നു. അപ്പോൾ ഇതിരിക്കുന്ന ഔരസാക്ഷ്യത്തിൻ്റെ വ്യാപ്തം എന്ത് പറ്റും? വ്യാപ്തം കൂടും. അപ്പോൾ രണ്ടാമത്തത് വ്യാപ്തം എന്ത് ചെയ്യുക? വ്യാപ്തം കൂടും. വ്യാപ്തം കൂടുമ്പം അതിനകത്തുള്ള മർദ്ദം എന്താ സംഭവിക്കുന്നത്? മർദ്ദം കുറയുകയാണ്. പുറത്തുള്ള അന്തരീക്ഷ മർദ്ദത്തെക്കാളും മർദ്ദം കുറയുകയാണ്. അപ്പം വായു എങ്ങോട്ട് പോകും? വായു അകത്തേക്ക് പോകും, അകത്തോട്ട് പോകും. ഇനി നിശ്വാസം ആകുമ്പോഴോ ഇത് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. പേശികൾ അങ്ങനെ ഒന്ന് സങ്കോചിക്കും അല്ലെങ്കിൽ പൂർവ്വസ്ഥിതി പ്രാപിക്കുക. അപ്പോൾ നിശ്വാസം നടക്കുമ്പം ഡയഫ്രവും ഇന്റർകോസ്റ്റൽ പേശികൾ എന്ത് ചെയ്യുന്നു? പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പം ഈ നിവർന്ന സാധനം എന്തായിട്ട് മാറും? എന്താവും? ഒന്ന് വളഞ്ഞു വരും, ഇങ്ങനെ വളഞ്ഞു വരും. നമ്മുടെ വാരിയലിൽ കൂടെ താഴും. അപ്പോൾ വ്യാപ്തം എന്ത് ചെയ്യും? വ്യാപ്തം കുറയും. വ്യാപ്തം കുറഞ്ഞാൽ മർദ്ദം കൂടും. കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വായു പുറത്തേക്ക് പോകും. ഇതാണ് ഉച്ഛ്വാസത്തിലും നിശ്വാസത്തിലും നടക്കുന്നത്. നമുക്കിനി ചോദ്യം നോക്കാം. ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയേതെന്ന് നമുക്ക് നോക്കട്ടെ. ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരുന്നു, വാരിയൽ കൂട് ഉയരുന്നു. അതില്ലയോ? വളവൽപ്പം നിവർന്നതില്ലയോ നമ്മൾ ആദ്യം പറഞ്ഞേ. അപ്പോൾ അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് ശരിയാണ്. ഇനി ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. രണ്ടും ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത് തെറ്റാണ്. അവിടെ തന്നെ മനസ്സിലായി. ഔരസാക്ഷ്യത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ശ്വാസകോശം വികസിക്കുന്നു. വ്യാപ്തി എന്തുവാ ചെയ്യുന്നത്? വ്യാപ്തി കൂടുകയാണ് ചെയ്യുന്നത്. ശ്വാസകോശം അതുവഴി വികസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഇവിടെ എന്താ ഉത്തരം? 1ഉം 3ഉം ശരി, 2 തെറ്റ്. ആൻസർ ബി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇനി ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് എന്ത്? ഡയബറ്റീസ് ഇൻസിപ്പിഡിയസ്, അക്രോമെഗാലി, ഡയബറ്റീസ് മെലിറ്റസ്, വാമനത്വം. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ആൻസർ? ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലം. ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ലയോ? നമ്മൾ ടൈപ്പ് 1 ടൈപ്പ് 2 പ്രമേഹം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. ഇൻസുലിൻ്റെ അളവ് കുറയുകയോ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയോ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയോ ചെയ്തു കഴിഞ്ഞാലാണ് എന്ത്? പ്രമേഹം ഉണ്ടാകുന്നത്. ആ പ്രമേഹത്തിന് വേറൊരു പേരാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്.
ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയും. അല്ലെങ്കിൽ വേറെ രീതിയിലും എക്സാമിന് ചോദിക്കാം, മൂത്രത്തിലൂടെ അധിക ഗ്ലൂക്കോസ് പുറന്തള്ളുന്ന അവസ്ഥ, അത് ചോദിച്ചാൽ എന്ന് പറയാം? ഡയബറ്റീസ് മെലിറ്റസ്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏതാണ്ട് ഡയബറ്റീസ് ഇൻസിപ്പിഡീസ് എന്താണെന്ന് നോക്കാം. ഡയബറ്റീസ് ഇൻസിപ്പിഡീസ് എന്താ? മൂത്രത്തിലൂടെ അധിക ജലം പുറന്തള്ളുന്നത്. അതായത് വാസോപ്രസിൻ്റെ അളവ് കുറയുമ്പോൾ, തണുപ്പ് കാലങ്ങളിൽ, പ്രത്യേകിച്ചും തണുപ്പ് കാലങ്ങളിൽ വാസോപ്രസിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വൃക്കയിലൂടെയുള്ള ജലത്തിൻ്റെ പുനരാകീരണം കുറയും. അപ്പം മൂത്രത്തിലൂടെ കൂടുതൽ ജലം പുറന്തള്ളും. ആ ഒരു അവസ്ഥയാണ് എന്ത്? ഇൻസിപ്പിഡിയസ്, ഡയബറ്റീസ് ഇൻസിപ്പിഡിയസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അക്രോമെഗാലി. അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ എന്താ? അക്രോമെഗാലി സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ? വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് സൊമാറ്റോട്രോപ്പിൻ. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. അതിൻ്റെ ജോലി എന്താ? നമുക്ക് വളരാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. മനസ്സിലായോ? ഇനി മുതിർന്നവരിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ, കൂടുമ്പോഴത്തേക്കിനുമാണ് അവരുടെ കൈകൾക്കൊക്കെ നല്ല നീളത്തിൽ വരിക, താടിയെല്ലാം നല്ല നീളത്തിൽ വളരുക. അതൊക്കെ വരുന്നൊരവസ്ഥയാണ് എന്ത്? അക്രോമെഗാലി എന്ന് പറയുന്നത്. മനസ്സിലായോ? വാമനത്വം എന്താ? വാമനത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ വളർച്ചാ കാലഘട്ടത്തിൽ ഈ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കുറയുമ്പോഴാണ് വാമനത്വം ഉണ്ടാകുന്നത്. കുട്ടികളിൽ വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഭീമാകാരത്വം. കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? ഭീമാകാരത്വം ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലായല്ലോ. ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ്റെ പ്രശ്നങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കാം. ഡയാലിസിസ് യൂണിറ്റിൽ രക്തം കട്ടപിടിക്കുന്നതിനെ തടയാനായി ഉപയോഗിക്കുന്ന വസ്തുവാണ് ഹെപ്പാരിൻ. വൃക്ക മാറ്റിവെക്കുമ്പോൾ പ്രവർത്തനരഹിതമായ വൃക്കകൾ നീക്കം ചെയ്യുന്നില്ല. വൃക്ക മാറ്റിവെക്കുമ്പോൾ പുതിയ വൃക്ക പഴയ വൃക്കയുടെ ചുവടെ സ്വീകർത്താവിൻ്റെ വൃക്കാസിരയുമായി ബന്ധിപ്പിക്കുന്നു. ഇതിനകത്ത് ഏതാണ് ശരി എന്നുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഓർത്ത് വയ്ക്കേണ്ട ഒറ്റ കാര്യം, ഹെപ്പാരിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ആണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിനകത്ത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആൻറ്റി കൊയാഗുലൻ്റ്, ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ആണെന്ത്? ഹെപ്പാരിൻ. കൂടാതെ ഡയാലിസിസിന്, യുറീമിയ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഹീമോഡയാലിസിസ് ചെയ്യണം. അപ്പോൾ ആ ഡയാലിസിസിന് നമ്മൾ ചേർക്കുന്ന ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ചോദിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെ? ഹെപ്പാരിൻ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഉത്തരം ശരിയാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മനസ്സിലായോ? രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊരു പടം കാണിച്ച് നിങ്ങളെ മനസ്സിലാക്കാം. ദാണ്ടെ ഈ ഒരു ഇമേജ് നോക്കിയേ. വൃക്ക മാറ്റിവെച്ചപ്പം തകരാറിലായ വൃക്ക, ഡിസീസ്ഡ് കിഡ്നി മാറ്റി വെക്കുന്നുണ്ടോ? നീക്കം ചെയ്യുന്നുണ്ടോ? ഇല്ല, നീക്കം ചെയ്യുന്നില്ല. അത് അതേപോലെ നിർത്തിയിട്ടാണ് നമ്മൾ ഒരു കിഡ്നിയെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, പുതിയൊരു കിഡ്നി വെക്കുന്നത്, അല്ലയോ? ഇതിനകത്ത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിയേ. വൃക്ക മാറ്റിവെക്കുമ്പോൾ പ്രവർത്തനരഹിതമായ വൃക്കകൾ നീക്കം ചെയ്യുന്നില്ല. ഇവിടെ നീക്കം ചെയ്യുന്നുണ്ടോ? നീക്കം ചെയ്യുന്നില്ല, ഇല്ലയോ? അത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. വൃക്ക മാറ്റിവെക്കുമ്പോൾ പുതിയ വൃക്ക പഴയ വൃക്കയുടെ ചുവടെ സ്വീകർത്താവിൻ്റെ വൃക്കാസിരയുമായും ബന്ധിപ്പിക്കുന്നു, അല്ലയോ? സ്റ്റേറ്റ്മെന്റ് അതേപോലെ ഒന്ന് വായിച്ചു നോക്കിയേ. ദാണ്ടെ നമ്മൾ പുതിയതായിട്ട് വെച്ച വൃക്ക, ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നി, പഴയ കിഡ്നിയുടെ താഴെയായിട്ട് അതിൻ്റെ വൃക്കാധമനികളിലോട്ടും വൃക്കാസിരയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം ശരിയാണ്. ആൻസർ എ ആണ് ഉത്തരം. ഓക്കെ, ഇവയെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് അസ്ഥിസന്ധിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എഴുതുക. സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ക്യാപ്സ്യൂളാണ്. അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നത് സൈനോവിയൽ ദ്രവമാണ്. സൈനോവിയൽ ദ്രവം സ്രവിക്കുന്നത് സൈനോവിയൽ സ്തരമാണ്. അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നത് തരുണാസ്ഥിയാണ്. അസ്ഥികളിൽ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധികളിൽ ഉറപ്പിച്ചു നിർത്തുന്നത് തരുണാസ്ഥിയാണ്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായ പ്രസ്താവനയാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കിയേ. സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ക്യാപ്സ്യൂളാണ്. ആണോ നോക്കാം. ക്യാപ്സ്യൂളുടെ ജോലി എന്തുവാ? സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അല്ലയോ? രണ്ടാമത്തെ നോക്കാം. പിന്നെ എഴുതിയേക്കുന്നതൊക്കെ നോക്കാം. തരുണാസ്ഥി.
അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നു. അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുക എന്നുള്ളതാണ് തരുണാസ്ഥിയുടെ ജോലി, അല്ലയോ? ഇനി സൈനോവിയൽ സ്തരം നോക്കാം. സൈനോവിയൽ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നതാണ് സൈനോവിയൽ സ്തരം. സൈനോവിയൽ ദ്രവം എന്താ? അസ്ഥികൾക്കിടയിലെ സ്നേഹകമായി പ്രവർത്തിക്കുന്നു. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് സൈനോവിയൽ ദ്രവം എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചല്ലോ. അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നത് സൈനോവിയൽ ദ്രവം. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സൈനോവിയൽ ദ്രവം സ്രവിക്കുന്നത് സൈനോവിയൽ സ്തരമാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലായോ? അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നത് തരുണാസ്ഥിയാണ്. ആണ്ടേ, തരുണാസ്ഥി അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നു. മനസ്സിലായോ? പിന്നെ സ്നായുക്കളുടെ ജോലി എന്തുവാ? സ്നായുക്കൾ എന്ന് പറഞ്ഞാൽ ലിഗമെന്റ്സ്. ലിഗമെന്റ് എന്ന് പറയും. എന്താ? അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അതായത് രണ്ട് അസ്ഥികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന യോജകലയാണ് സ്നായുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധികളിൽ ഉറപ്പിച്ചു നിർത്തുന്ന ആരാ? സ്നായുക്കളാണ്, ലിഗമെന്റ്സ് ആണ്. ക്ലിയർ ആണോ? അപ്പം അസ്ഥി ഉറപ്പിച്ചു നിർത്തുന്നത് സ്നായുക്കളാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നത് തരുണാസ്ഥി. അപ്പം ഇത് ശരിയാണ്. അസ്ഥികളിൽ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധികളിൽ ഉറപ്പിച്ചു നിർത്തുന്നത് തരുണാസ്ഥിയാണ്. ആണോ? അല്ല. ഇതെന്താ? സ്നായുക്കളാണ്. അപ്പൊ ഇതിനകത്ത് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. ബാക്കിയെല്ലാം ശരിയാണ്. 1, 2, 3, 4. അപ്പൊ ആൻസർ എന്താ? ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത് നോക്കാം. ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച താഴെ കൊടുത്ത പ്രസ്താവനയിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, ബാക്ടീരിയയെ നശിപ്പിക്കുന്നു, ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ലിംഫോസൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുക എന്നുള്ളതാണ് ലിംഫോസൈറ്റിന്റെ ജോലി. മനസ്സിലായോ? ലിംഫോസൈറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. ആ അസ്ഥിമജ്ജയിൽ നിർമ്മിക്കപ്പെടുന്ന ലിംഫോസൈറ്റ് അസ്ഥിമജ്ജയിൽ തന്നെ പാകപ്പെടുവാണെങ്കിൽ അതിനെ ബി ലിംഫോസൈറ്റ് എന്നും, അതല്ല അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ട് അത് തൈമസ് ഗ്രന്ഥിയിൽ പോയി പാകപ്പെടുവാണെങ്കിൽ അതിനെ ടി ലിംഫോസൈറ്റ് എന്ന് പറയും. മനസ്സിലായോ? ബി ലിംഫോസൈറ്റുകളുടെ ജോലിയാണ് ബാക്ടീരിയകളെ നശിപ്പിക്കുക, അതേപോലെ ആന്റിജന്റെ വിഷാംശത്തെ നിർവീര്യമാക്കുക, അതേപോലെ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുക. ഓക്കെ, ടി ലിംഫോസൈറ്റിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുക, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക, അതേപോലെ തന്നെ സ്വന്തം കോശം എന്താണ്, അന്യകോശം ഏതാണ് തമ്മിൽ തിരിച്ചറിയുക. ഇത് ടി ലിംഫോസൈറ്റിന്റെ ജോലിയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നത് ആരാ? അത് ടി ആണ്. ബാക്ടീരിയയെ നശിപ്പിക്കുന്നത് അതാരാ? ബി ആണ്. ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നത് ആരാ? ബി ആണ്. അതേപോലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത് ടി ലിംഫോസൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സംബന്ധിച്ച തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത്. ഏതൊക്കെയാ തെറ്റെന്ന് പറയുന്നത്? ബി ലിംഫോസൈറ്റിനെ സംബന്ധിച്ച് തെറ്റായത് ഏതൊക്കെയാ? വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആൻസർ എന്തൊക്കെയാ? 1ഉം 4ഉമാണ് ശരി. 1ഉം 4ഉമാണ് ശരി. 1ഉം 4ഉം തെറ്റാണ്. അതാണ് ശരിയായ ആൻസർ. 1ഉം 4ഉം തെറ്റ്. ഇതാണ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഇതിനകത്ത് തെറ്റെന്ന് പറയുന്നത് 1ഉം 4ഉമാണ്. ഇത് രണ്ടും ആരുടെ ജോലിയാ? ടി ലിംഫോസൈറ്റുകളുടെ ജോലിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള പദ്ധതിയാണെന്ത്? പ്രായമായവരുടെ ആകുമ്പം അത് അതിൽ നിന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ 4ലും വയോ ചേർത്തിട്ടുണ്ട്. മനസ്സിലായോ? വൃദ്ധസദനങ്ങളിലെ എല്ലാം വയോ ചേർത്തിട്ടുണ്ട്. അതിനകത്ത് വയോമിത്രം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർത്തോണം, അവിടെ 65 വയസ്സ് ഉള്ള ഒരു വയസ്സ് തന്നിട്ടുണ്ടാവും. 65 വയസ്സുള്ള മിത്രത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതല്ല. മധുരമാണെങ്കിൽ അവിടെ ഓർത്തോണം, പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്നതാണ്. മധുരം എന്ന് പറഞ്ഞാലോ ഗ്ലൂക്കോമീറ്റർ, അവർക്ക് ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്ന ഏതാ? വയോ അമൃതമാണ്. മനസ്സിലായോ? പിന്നെ വരുന്ന വയോ മന്ദഹാസം അല്ല, വെറും മന്ദഹാസമാണ്. വെറും മന്ദഹാസത്തിന്റെ എന്തുവാ? കൃത്രിമ ദന്തം വെച്ച് കൊടുക്കുന്നത്. പല്ല് വെച്ച് കൊടുക്കുന്നതാണ് മന്ദഹാസം പദ്ധതി. അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്ന ഏതാ? വയോ അമൃതമാണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ്. മനസ്സിലായോ? അതായത് രക്തം കട്ട പിടിക്കാൻ നമുക്ക് സാധാരണഗതിയിൽ രക്തസ്രവം ഉണ്ടാകുന്നത് ഏകദേശം 2 തൊട്ട് 7 മിനിറ്റ് വരെയാണ് രക്തസ്രവം ഉണ്ടാകുന്നത്.
മനസ്സിലായോ? അതിനുശേഷം രക്തം കട്ട പിടിക്കാൻ എടുക്കുന്നത് ഏകദേശം 8 തൊട്ട് 15 മിനിറ്റ് കൊണ്ടാണ് രക്തം കട്ട പിടിക്കുന്നത്. ക്ലിയർ ആണോ? ഇതിനകത്ത് ഈ ഒരു സമയത്തിനകത്ത് അതായത് രക്തം കട്ട പിടിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണം കണ്ടെത്തുന്ന ടെസ്റ്റ് ആണെന്ത്? APTT ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈപ്പ്. എന്താ? ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. അതാണ് APTT ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 20 തൊട്ട് 30 സെക്കൻഡ് ആണ് ഈ ടെസ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു പോയിന്റ് ആയത്. അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ സാധാരണ പ്രവർത്തനം മനസ്സിലാക്കാൻ ECG ഉപയോഗിക്കുന്നു. ഒരു ECG തരംഗങ്ങൾ പ്രധാനമായും 3 തരംഗങ്ങൾ ഉൾക്കൊള്ളുന്നു. അതായത് P വേവ്, QRS കോംപ്ലക്സ്, T വേവ്. അതിൽ QRS കോംപ്ലക്സ് എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഓപ്ഷൻസ്: വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ, ഏട്രിയൽ ഡീപോളറൈസേഷൻ, വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ, ഏട്രിയൽ റീപോളറൈസേഷൻ. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ECG എന്താണെന്ന് അറിയാം. ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയും. മനസ്സിലായോ? ഈ ECG വേവ്സിനകത്ത് 3 ടൈപ്പ് ഓഫ് വേവ്സ് ആണ്, 3 തരത്തിലുള്ള തരംഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. അതാണ് P വേവ്, QRS വേവ്, T വേവ്. മനസ്സിലായോ? P വേവ്, QRS വേവ്, T വേവ്. ഇതിനകത്ത് ഓരോ വേവും ഓരോ ഭാഗങ്ങളെ അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങളെയാണ് കാണിക്കുന്നത്. അത് ഏതൊക്കെയാണ്? അതിനകത്ത് QRS വേവ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? നമുക്കതൊരു അടുത്തൊരു സ്ലൈഡിനകത്ത് താണ്ടെ ECG വേവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ. P വേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഏട്രിയൽ ഡീപോളറൈസേഷൻ. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ 4 അറകളാണ്, 2 ഏട്രിയവും 2 വെൻട്രിക്കിളും. മനസ്സിലായോ? ആ ഏട്രിയത്തിൻ്റെ സങ്കോചമാണ് ഈ ഏട്രിയൽ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഏട്രിയം സങ്കോചിക്കാൻ വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ചില ഇലക്ട്രിക്കൽ ഇമ്പൾസുകളുണ്ട്. അതിൻ്റെ സൂചിപ്പിക്കുന്നതാണ് P വേവ്. അതാണ് ഏട്രിയൽ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. താണ്ടെ ഈ P വേവ് കണ്ടോ? ഇങ്ങനൊരു വേവ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് P വേവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ അടുത്തത് QRS കോംപ്ലക്സ് എന്ന് പറയും. QRS കോംപ്ലക്സ് ഇതാണ് ഈ പറയുന്നത്. QRS കോംപ്ലക്സ് ഇത് മൊത്തം ചേരുന്നതാണ് QRS കോംപ്ലക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? QRS കോംപ്ലക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ എന്ന് പറയും. അതായത് വെൻട്രിക്കിളിൻ്റെ, നമ്മുടെ ഹൃദയത്തിൻ്റെ താഴെ ഹൃദയത്തിൻ്റെ മറ്റു 2 അറകളാണ് വെൻട്രിക്കിൾ. അപ്പോൾ അതിൻ്റെ സങ്കോചവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിക്കുന്നതാണ് QRS കോംപ്ലക്സിൽ. അപ്പോൾ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ആണ് ഇതിനകത്ത് കാണിക്കുന്നത്, QRS കോംപ്ലക്സിൽ കാണിക്കുന്നത്. മനസ്സിലായോ? QRS നോക്കിയേ. ഏതാണ്ടെ Q എന്ന് പറയുന്നത് ഇങ്ങനെ വന്ന് താഴോട്ടൊന്ന് പോയിട്ടാണ്, ഇതാണ് Q എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് നേരെ മേളോട്ട് പോകും, R. എന്നിട്ട് ഇത് താഴോട്ട് വരും, S. ഇതാണ് QRS കോംപ്ലക്സ്. മനസ്സിലായോ? പിന്നെ ഇത് വീണ്ടും എന്ത് ചെയ്യും? ഇതാണ്ടെ T വേവിലേക്ക് വരും. T വേവ് എന്ന് പറഞ്ഞാൽ എന്താ? T വേവ് എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ ആണ് പറയുന്നത്. മനസ്സിലായോ? വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ എന്താ? വെൻട്രിക്കിൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓരോ വേവ്സ് എന്തിനെ സൂചിപ്പിക്കുന്നത് മനസ്സിലായല്ലോ. P വേവ് ഏട്രിയൽ ഡീപോളറൈസേഷൻ, QRS ആകുമ്പം വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ, T വേവ് ആകുമ്പം വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3 തരംഗങ്ങൾ ഉൾക്കൊള്ളുന്നു. അതായത് P വേവ്, QRS കോംപ്ലക്സ്, T വേവ്. അതിൽ QRS കോംപ്ലക്സ് ഏതിനെ പ്രതിനിധീകരിക്കുന്നു? ഏതിനെയായിരുന്നു? വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ആണ് QRS കോംപ്ലക്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ആണ് ആൻസർ. മനസ്സിലായോ? ഇതിനകത്ത് ഇതിനകത്ത് കാണിച്ചേക്കുന്ന ബാക്കി 2 എന്തൊക്കെയാ? താണ്ടെ ആദ്യം കാണിക്കുന്ന ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ് എന്ത്? P വേവ് എന്ന് പറയുന്നത്. ഇതാണ് P വേവ് എന്ന് പറയുന്നത്, അല്ലയോ? പിന്നെ വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ ആണ് എന്ത്? T വേവ് എന്ന് പറയുന്നത്. വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ ആണ് T വേവ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ആൻസർ മനസ്സിലായല്ലോ. QRS എന്തുവാ? വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ
എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏതാ? ആൻസർ റെഡ് റിബൺ ക്ലബ്ബ്. റെഡ് റിബൺ ക്ലബ്ബാണ് എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതിനകത്ത് ഈ പിങ്ക് റിബൺ ക്ലബ്ബ് കൊടുത്തേക്കുന്നുണ്ടോ? പിങ്ക് റിബൺ ക്ലബ്ബ് അതെന്തോ? ഈ പിങ്ക് റിബൺ ക്ലബ്ബ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ആണെന്ത് പിങ്ക് റിബൺ ക്ലബ്ബ് എന്ന് പറയുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ ആണ് പിങ്ക് റിബൺ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരാണെന്ത്? വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണെന്ത്? ഇതിനകത്ത് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? വർണ്ണാന്തതയല്ല, പിന്നെ വരുന്ന നിശാന്തതയാണ് കേട്ടോ, വിറ്റാമിൻ എയുടെ കുറവ് മൂലം. അപ്പം ഇവിടെ വരുന്ന വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് സിറോഫ്താൽമിയ. കോർണിയ വരണ്ടു പോകുന്ന അവസ്ഥയാണ് എന്ത്? സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ചോദ്യം നോക്കാം. മനുഷ്യരിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. മനുഷ്യരിൽ 12 ജോഡി വാരിയല്ലുകളുണ്ട്. മനുഷ്യരിലെ തലയോട്ടിയിൽ മാത്രം 32 അസ്ഥികളുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് അസ്ഥി വ്യവസ്ഥയിൽ നമുക്ക് നോക്കാം. മനുഷ്യരിൽ മൊത്തവും മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, 206 അസ്ഥികളാണുള്ളത്. മനസ്സിലായോ? ആ 206 അസ്ഥി എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. അക്ഷാസ്ഥികൂടവും അനുബന്ധാസ്ഥികൂടവും എന്ന് പറഞ്ഞു. അനുബന്ധാസ്ഥികൂടവും അക്ഷാസ്ഥികൂടത്തിൽ വരുന്നതാണ് ഒന്ന് തലയോട്. ഒന്നെന്ന് പറയുന്നത് തലയോടിൽ എത്ര അസ്ഥികൾ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തവും 22 അസ്ഥികളാണ്. 22 അസ്ഥികൾ. അതായത് മുഖം 14, കപാലം 8, അങ്ങനെ 22 അസ്ഥികൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന ചെവി ഏതാ? 2 ചെവിയിലും കൂടെ 3 എണ്ണമായിട്ട് മൊത്തവും 6 എണ്ണം. പിന്നെ വരുന്നതാണ് തൊണ്ടയിൽ 1 എണ്ണം. ക്ലിയർ ആണല്ലോ? ഇത് ഇത്രയും കൂടെ ചേർത്ത് 22, 6, 28, 1, 29 ഇത് ഇത്രയും കൂടെ ചേർത്താണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന 29 എന്ന് പറഞ്ഞ സംഖ്യ. ഓക്കെ, 29 എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ഈ സംഖ്യ. ഓക്കെ ആണല്ലോ. ഇനി ബാക്കി വരുന്നത് നമുക്ക് നോക്കാം. തൊണ്ട കഴിഞ്ഞാൽ പിന്നെ മാറല് അവിടെ വരുന്നത് 1 എണ്ണം. പിന്നെ വരുന്നത് വാരിയല്ല് വരുന്ന എത്ര എണ്ണമാണ്? 12 ജോഡി അല്ലെങ്കിൽ 24 എണ്ണം. ഓക്കെ, പിന്നെ വരുന്നത് നട്ടല് അതെത്ര എണ്ണമാണ്? 26 എണ്ണം. മനസ്സിലായോ? അങ്ങനെ മൊത്തത്തിൽ എത്ര അക്ഷാസ്ഥികൂടം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80 അക്ഷാസ്ഥികൂടങ്ങളാണുള്ളത്. ഓക്കെ, ഇനി അടുത്ത അനുബന്ധ അസ്ഥികൂടങ്ങൾ. ബാക്കി വരുന്ന 126 അനുബന്ധ അസ്ഥികൂടങ്ങൾ. അതാണ് ഒന്ന് തോളിൽ 2 തോളിലും കൂടെ 2 എണ്ണം വീതം, അങ്ങനെ മൊത്തവും 4. പിന്നെ കൈ. മനസ്സിലായോ? 2 കൈയിലും കൂടെ 30 എണ്ണം വെച്ച്, അങ്ങനെ മൊത്തവും 60. പിന്നെ വരുന്നത് ഇടുപ്പ് 2 ഭാഗത്തും ഓരോന്ന് വെച്ച്, അങ്ങനെ 2. മനസ്സിലായോ? പിന്നെ വരുന്നത് കാല്. 2 കാലിലും 30 എണ്ണം വെച്ച്, അങ്ങനെ മൊത്തവും 60. ക്ലിയർ ആണോ? നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തുള്ള അസ്ഥികളുടെ എണ്ണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? ഇവിടെ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. തലയോട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ 22 കാണും, അല്ലെങ്കിൽ 29 കാണും. 22 ഉണ്ടെങ്കിൽ 22 കൊടുത്തോ, ശരി ഉത്തരമാണ്. കാരണം മുഖവും കപാലവും ചേർന്ന തലയോട് 22 അസ്ഥികളാണ്. അതല്ല 29 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ, 22 പകരം 29 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് 3 കൂടെ ചേർത്തായിരിക്കും വരുന്നത്. അതായത് തലയോട്ടിൽ 22, ചെവിയിലെ 6, തൊണ്ടയിലെ 1, അങ്ങനെ 29. അത് 3 കൂടെ ചേർത്താണ് 29 പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് നോക്കാം. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 26 അസ്ഥികളുണ്ട്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ഇത് ശരി. മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയല്ലുകൾ. ശരി. മനുഷ്യന്റെ തലയോട്ടിയിൽ മാത്രം 32 അസ്ഥികൾ. അല്ല, എത്ര വരുന്നേ? 22 അല്ലെങ്കിൽ 29 കൊടുത്തായിരുന്നെങ്കിൽ നമുക്ക് പറയാറുണ്ട്, അല്ലയോ? അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ ശരി ഏതൊക്കെയാ? 1ഉം 2ഉം ശരി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡി കണ്ടെത്തുക. മനസ്സിലായോ? മിഠായി പദ്ധതി.
മിഠായി പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താ? പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതിയാണ് ഇന്ന് മിഠായി പദ്ധതി. അതായത് പ്രമേഹം എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക്. ടൈപ്പ് 1 പ്രമേഹം നമ്മൾ നേരത്തെ പറഞ്ഞത് കുട്ടികളിലാണ് ബാധിക്കുന്നത്. അപ്പം അവരിൽ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് മിഠായി പദ്ധതി. രണ്ടാമത്തെ വയോമിത്രം, കുറച്ച് മുമ്പ് പറഞ്ഞു 65 വയസ്സുള്ള ഒരു മിത്രത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പരിരക്ഷ. ഓക്കെ, അപ്പോൾ അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ വയോമിത്രം പദ്ധതി ശരിയായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത മൂന്നാമത്തെയാണ് സ്നേഹ സാന്ത്വനം. സ്നേഹ സാന്ത്വനം എന്താ? ഇതിന് നേരെ കൊടുത്തിരിക്കുന്നത് മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചുപോയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം. അതാണോ സ്നേഹ സാന്ത്വനം? ഇത് സ്നേഹ സാന്ത്വനം അല്ല. ഈ പദ്ധതി കൂടി പറഞ്ഞേക്കുന്നത് എന്താ? സ്നേഹപൂർവമാണ്. സ്നേഹപൂർവം പദ്ധതിയാണിത്. സ്നേഹപൂർവമാണ് നമ്മൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ധനസഹായം കൊടുക്കുന്നത്. സ്നേഹ സാന്ത്വനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നമ്മൾ മാസം തോറും പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണിത് സ്നേഹ സാന്ത്വനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാമത്തതാണ് തെറ്റായ ജോഡി എന്ന് പറയുന്നത്. അല്ലയോ? തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്തുവാ ആൻസർ? ഡി ആണ് ആൻസർ. ഓക്കെ, നോക്കാം അടുത്തത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര്? ലസികാദ്രവം, സീറം, ഹെപ്പാരിൻ, വിട്രിയസ് ഹ്യൂമർ. ഓക്കെ, ലസികാദ്രവം, സീറം, ഹെപ്പാരിൻ, വിട്രിയസ് ഹ്യൂമർ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തുവാ? അതിനെ സിറം എന്ന് പറയും. സിറം എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൽ ഇപ്പം രക്തം കട്ട പിടിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് രക്തം കട്ട പിടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കോശങ്ങളും രക്തം കട്ട പിടിക്കാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങളുണ്ടല്ലോ അതിനെയെല്ലാം പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗമാണെന്ത്? ബാക്കി കിട്ടുന്ന ഒരു യെല്ലോയിഷ് ഫ്ലൂയിഡ് ഉണ്ട്. അതിനാണ് നമ്മൾ സിറം എന്ന് പറയുന്നത്. മനസ്സിലായോ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോത്രോംബിനും അതേപോലെ ഫൈബ്രിനോജനും ഒക്കെ പ്ലാസ്മയിലെ ഘടകങ്ങളാണ്, അല്ലയോ? ഈ രക്തം കട്ട പിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിന് ശേഷം എന്ത് ചെയ്യും? ആ രക്തത്തിനകത്ത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളെ എല്ലാം നീക്കം ചെയ്താൽ ബാക്കി കാണുന്ന യെല്ലോയിഷ് കളറിലുള്ള ഒരു ഫ്ലൂയിഡാണ് സിറം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേരാണ് സിറം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ ഓക്കെ അപ്പം സിറം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. ഇനി ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഹെപ്പാരിൻ, നമ്മൾ നേരത്തെ പഠിച്ച ഹെപ്പാരിൻ എന്ത് വരുന്നത്? ആൻറ്റി കൊയാഗുലൻ്റ് ആണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് വിട്രിയസ് ഹ്യൂമർ. വിട്രിയസ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസാണ്. നമ്മുടെ കണ്ണിൻ്റെ ലെൻസിനും ബിറ്റ്വീൻ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ വരുന്ന ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്, ഫ്ലൂയിഡ് ലൈക്ക് സബ്സ്റ്റൻസ് ആണ് വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതേപോലെ തന്നെ പറഞ്ഞുകൊണ്ട് അക്വസ് ഹ്യൂമർ എന്നും പറയും. അക്വസ് ഹ്യൂമർ എന്ന് പറയും. അക്വസ് ഹ്യൂമർ എന്തുവാ? ലെൻസ് ആൻഡ് കോർണിയയ്ക്കിടയിൽ വരുന്നത് ഫ്ലൂയിഡാണ് അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓർത്ത് വെച്ചോണം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എന്തുവാ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേരാണ് സിറം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. മനുഷ്യരിൽ മാംസ്യത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ഏത്? അമിലേസ്, ലിപ്പേസ്, ന്യൂക്ലിയസ്, ട്രിപ്സിൻ. ഓക്കെ, അപ്പം ഇത് ഇങ്ങനൊരു ചോദ്യം പല രീതിയിൽ വരാം. പല പോഷണങ്ങൾ തന്നിട്ട് നമുക്ക് ചോദിക്കാം ഏത് പ്രോട്ടീൻ, ഏത് എൻസൈമാണ് ദഹിപ്പിക്കുന്നത് എന്നുള്ള രീതി. അപ്പോൾ അത് മനസ്സിലാക്കാൻ ദഹന വ്യവസ്ഥയിൽ നമ്മൾ പഠിക്കുന്ന എൻസൈമുകളൊന്നും തിരിഞ്ഞു പോകാതിരിക്കാൻ ഒരു പോയിന്റ് ഓർത്തോണം. എവിടെയെങ്കിലും നിങ്ങൾ അമിലേസ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾ അമിലേസ് എന്ന വാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ആരെ വിഘടിപ്പിക്കണം? അന്നജത്തെ വിഘടിപ്പിച്ചോണം. മനസ്സിലായോ? അമിലേസ് എന്ന് എവിടെ കണ്ടാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിഘടിപ്പിക്കാം അന്നജത്തെ. ഓക്കെ, ഇനി എവിടെയെങ്കിലും ലിപ്പേസ് എന്ന് കാണുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആരെ വിഘടിപ്പിക്കാം? ഫാറ്റിനെ വിഘടിപ്പിക്കാം. മനസ്സിലായോ? ഇനി പഠിക്കുമ്പോൾ ദഹന വ്യവസ്ഥയിലെ എൻസൈമുകൾ പഠിക്കുമ്പം ചില പേരുകൾ കേട്ടാൽ മനസ്സിലാവത്തില്ല. ആരെ ദഹിപ്പിക്കുമെന്ന് കേട്ടാലൊന്നും മനസ്സിലാവത്തില്ല. അന്നേരം ഉറപ്പിച്ചോ അത് പ്രോട്ടീനെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അത് ആരെയായിരിക്കും? പ്രോട്ടീനെ ആയിരിക്കും.
നമ്മൾ പഠിക്കുന്ന ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കുറേ എൻസൈമുകളുണ്ട്. സലൈവറി അമിലേസ് ആരെയാണ്? അന്നജം. പിന്നെ വരുന്ന ലൈസോസൈമിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അത് രോഗാണുക്കളെ നശിപ്പിക്കുക. പിന്നെ വരുന്നതാണ് പെപ്സിൻ. കേട്ടാൽ മനസ്സിലാവത്തില്ലല്ലോ, അപ്പോൾ പ്രോട്ടീനെ വിഘടിപ്പിച്ചോണം. റെനിൻ മനസ്സിലാവത്തില്ലല്ലോ, പ്രോട്ടീനെ വിഘടിപ്പിച്ചോണം. റെനിൻ എന്ന് പറഞ്ഞാൽ പാലിലെ പ്രോട്ടീനെ വിഘടിപ്പിക്കുന്നതാണ് റെനിൻ. പിന്നെ ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്നുണ്ട്, അപ്പോൾ ഫാറ്റിനെ വിഘടിപ്പിച്ചോണം. പിന്നെ പാൻക്രിയാറ്റിക് അമിലേസ് അമിലേസ് എന്നുണ്ട്, അപ്പോൾ അത് അന്നജത്തെ വിഘടിപ്പിച്ചോണം. പാൻക്രിയാറ്റിക് ലിപ്പേസ് ഉണ്ടെങ്കിൽ ഫാറ്റിനെ വിഘടിപ്പിച്ചോണം. ട്രിപ്സിൻ കേട്ടാൽ മനസ്സിലാവോ? ഇല്ല. അപ്പോൾ അത് ആരെയായിരിക്കും? മാംസ്യത്തെ ആയിരിക്കും. അതല്ലേ ചോദിച്ചേക്കുന്നത്. മാംസ്യത്തിൽ ദഹനത്തിൽ സഹായിക്കുന്ന രാസാഗ്നി, ഇവിടെ ട്രിപ്സിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രിപ്സിനാണ് ഇവിടെ ആൻസർ. മനസ്സിലായല്ലോ. ഇനി അങ്ങോട്ട് വീണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ കാണും, ട്രിപ്സിൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന കുറച്ച് എൻസൈമുകളാണ് മാൾട്ടേസ്. കേട്ടാൽ മനസ്സിലാവത്തില്ലയോ? സ്വാഭാവികമായിട്ടും മാൾട്ടോസിനെ ആയിരിക്കും വിഘടിപ്പിക്കുന്നത്, നമുക്ക് മനസ്സിലാവും അല്ലയോ. ലാക്ടേസ് അതും മനസ്സിലാവും, ലാക്ടോസിനെയാണ് വിഘടിപ്പിക്കുന്നതെന്ന് മനസ്സിലാവും. സുക്രേസ് അതും മനസ്സിലാവും, സുക്രോസിനെയാണ് വിഘടിപ്പിക്കുന്നതെന്ന് മനസ്സിലാവും. ഡൈപെപ്റ്റിഡേസ് കേട്ടാൽ മനസ്സിലാവത്തില്ല. ഡൈപെപ്റ്റിഡേസ് എന്ന് പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ അത് ആരെയായിരിക്കും? പ്രോട്ടീനെ ആയിരിക്കും. അതായത് അവിടെ എത്തുമ്പോഴത്തേനും പ്രോട്ടീൻ ഏകദേശം പെപ്റ്റൈഡ് എന്ന് പറഞ്ഞ രൂപത്തിലാവും. ആ പെപ്റ്റൈഡിനെ ഡൈപെപ്റ്റിഡേസ് എന്താക്കി മാറ്റും? അവസാനമായിട്ടുള്ള അമിനോ ആസിഡാക്കി മാറ്റും. മനസ്സിലായോ? അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. ഈ ഒരു ടേബിൾ ഒന്ന് നോക്കിക്കോണം. അമിലേസ് ഉണ്ടെങ്കിൽ അന്നജം, ലിപ്പേസ് ഉണ്ടെങ്കിൽ ഫാറ്റ്, കേട്ടാൽ മനസ്സിലാകാത്തൊരു പേരാണെങ്കിൽ പ്രോട്ടീൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? B2, D, B12E. അപ്പോൾ ഇതിനകത്ത് റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ഏതാ? ജീവകം B2 ആണ് റൈബോഫ്ലാവിൻ. ഡി എന്താ? ഡി എന്ന് പറയുന്നത് കാൽസിഫെറോൾ. B12 എന്ന് പറഞ്ഞാൽ എന്താ? സയനോകൊബാലുമിൻ. ഇ എന്ന് പറഞ്ഞാൽ എന്താ? ടോക്കോഫെറോൾ. റൈബോഫ്ലാവിൻ ഏതാ? B2. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ ഏത് രോഗമാണ് പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത്? അപ്പം അസ്കാരിയാസിസ്, ടൈഫോയിഡ്, വട്ടച്ചൊറി, മലമ്പനി. ഇത് ഇത്രയും തന്നിട്ടുണ്ട്. ഇതിനകത്ത് പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം കൊടുത്തിരിക്കുന്ന അസ്കാരിയാസിസ്, അതെന്ത് മൂലം ഉണ്ടാകുന്നതാണ്? വിരകൾ മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അസ്കാരിയാസിസ്. ഓക്കെ, രണ്ടാമത് വരുന്ന ടൈഫോയിഡ്, അതൊരു ബാക്ടീരിയൽ രോഗമാണ്. പിന്നെ വരുന്ന വട്ടച്ചൊറി റിംഗ് വേം, അതെന്താ? ഫംഗസ് മൂലം ഉണ്ടാകുന്നതാണ്. ബാക്കി വരുന്ന മലമ്പനി ആണ് എന്ത്? പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്നത്. അത് പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്നതാണ്. ക്ലിയർ ആണല്ലോ. അപ്പം ഇതിൻ്റെ ആൻസർ കിട്ടിയല്ലോ. എന്താ? ഓപ്ഷൻ ഡി, മലമ്പനി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്തത്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തിന് നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപ്പാദനം തകരാറിലാകുന്ന ജനിതക രോഗം ഏതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ നോക്കാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തിന് നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപ്പാദനം തകരാറിലാവുന്ന ജനിതക രോഗം ഏത്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഫെനൈൽ കെറ്റോനൂറിയ, ഡൗൺ സിൻഡ്രോം. ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനെ നമ്മൾ പറയുന്നതാണ് ഫൈബ്രിനോജൻ എന്ന് പറയും. ഫൈബ്രിനോജൻ. ഈ ഫൈബ്രിനോജൻ്റെ ജീനിന് തകരാറ് സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? രക്തം കട്ട പിടിക്കാതാവും. അപ്പോൾ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തസ്രവം ഉണ്ടാവും. ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്നതാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് ഹീമോഫീലിയ. റോയൽ ഡിസീസ്, രാജകീയ രോഗം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് എന്ത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതെന്താ? അതൊരു ജനറ്റിക് ഡിസോർഡറാണ്. ഓക്കെ, പിന്നെ പറഞ്ഞേക്കുന്ന സിക്കിൾ സെൽ അനീമിയയും എന്ത് തന്നെ? ഒരു ജനറ്റിക് ഡിസോർഡറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, സിക്കിൾ സെൽ അനീമിയയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ വരുന്നതാണ് ഫെനൈൽ കെറ്റോനൂറിയ എന്ന് പറയുന്നത്. ഫെനൈൽ കെറ്റോനൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ പ്രോട്ടീനുകളെയൊക്കെ ഉൽപ്പാദിപ്പിക്കും ഇല്ലയോ. ഈ പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് പ്രോട്ടീൻ ദഹിച്ച് അമിനോ ആസിഡുകളാക്കും. ആ അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്ത് മറ്റ് പ്രവർത്തനങ്ങൾക്ക് എടുക്കുക. ബാക്കിയുള്ള അമിനോ ആസിഡ് എന്ത് ചെയ്യും? തിരിച്ച് പ്രോട്ടീൻ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട് അല്ലയോ. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് ആരുണ്ട്? പ്രോട്ടീനുണ്ട്. ആ പ്രോട്ടീൻ കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? പ്രോട്ടീനെ ദഹിപ്പിച്ച് നമ്മൾ അമിനോ ആസിഡ് ആക്കുന്നു. ആ അമിനോ ആസിഡാണ് നമ്മൾ ബാക്കി ഊർജ്ജ ഉൽപ്പാദനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. ബാക്കി കുറച്ച് അമിനോ ആസിഡ് വെച്ച് നമ്മൾ വീണ്ടും പ്രോട്ടീനെ ഉണ്ടാക്കുന്നുണ്ട് ശരീരത്തിൽ. മനസ്സിലായോ? അതാണ് നോർമൽ പ്രോസസ്സ്.
എന്നാൽ ഈ പറഞ്ഞ ഫിനൈൽ കെറ്റനൂറിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? ഈ പ്രോട്ടീനുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യാതായി അത് ആ ബ്ലഡിൽ അതേപോലെ നിൽക്കും. അത് അതേപോലെ നിന്ന് എന്ത് ചെയ്യും? നമ്മുടെ രക്തത്തിൽ കിടക്കുകയും അതേപോലെ ബ്രെയിനിലേക്ക് പോവുകയും ചെയ്യും. അത് ബ്രെയിൻ ഡാമേജിന് അവസ്ഥ ഉണ്ടാക്കും. ബ്രെയിൻ ഡാമേജ് ആവുക എന്നൊരു അവസ്ഥയിലേക്ക് വരും. അതിനെയാണ് നമ്മൾ ഫെനൈൽ കെറ്റനോറിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? പിന്നെ പറയുന്ന ഡൗൺ സിൻഡ്രം എന്താണെന്ന് പറഞ്ഞാൽ അതും ഒരു ജനറ്റിക് ഡിസോർഡർ തന്നെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്ര ക്രോമസോംസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 46 ക്രോമസോംസ് ആണുള്ളത്. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമിൻ്റെ എണ്ണം എത്ര? 46 ക്രോമസോം. അതിനകത്ത് 44 ഓട്ടോസോമും 2 സെക്സ് ക്രോമസോമുമാണുള്ളത്. മനസ്സിലായോ? 2 സെക്സ് ക്രോമസോമാണുള്ളത്. അതായത് 46 ക്രോമസോംസ് ആണ് മൊത്തം ഉള്ളത്. അതിൽ 44 ഓട്ടോസോമും 2 സെക്സ് ക്രോമസോമുമാണുള്ളത്. മനസ്സിലായോ? സെക്സ് ക്രോമസോമാണ് XX XY എന്ന് പറഞ്ഞ് നമ്മൾ പുരുഷന്മാരിലും സ്ത്രീകളിലും ഒക്കെ കാണുന്നത്, ഇല്ലയോ? പുരുഷന്മാരിൽ വരുമ്പോൾ XY എന്നും സ്ത്രീകളിൽ വരുമ്പോൾ XX എന്നും പറഞ്ഞ് നമ്മൾ പഠിക്കുമല്ലോ. അത് അവരുടെ സെക്സ് ക്രോമസോംസ് ആണ്. ഓക്കെ, ബാക്കി വരുന്ന 44 ആണ് അതിനകത്ത് ഓട്ടോസോംസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? ഡൗൺ സിൻഡ്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ഓട്ടോസോംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 44. ഈ 44 ഓട്ടോസോംസിന് പകരം 45 ഓട്ടോസോംസ് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താ? 44 ഓട്ടോസോംസിന് പകരം ഒരു ഓട്ടോസോമും കൂടെ അധികം വരും. അതായത് 45 ഓട്ടോസോംസ് ആവുന്ന ഒരവസ്ഥയാണ് എന്ത്? ഡൗൺ സിൻഡ്രോം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ അങ്ങനെ ഡൗൺ സിൻഡ്രോം ബാധിച്ചവർ മെൻ്റലി റിട്ടാർഡഡ് ആയിരിക്കും. അതിന് മംഗോളിസം എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് മാത്രമല്ല അൾഷൈമേഴ്സ് പോലുള്ള രോഗങ്ങളിലേക്കൊക്കെ നയിക്കാവുന്ന ഒരു പ്രശ്നമാണ് ഈ ഡൗൺ സിൻഡ്രോം. അപ്പോൾ ഡൗൺ സിൻഡ്രോം എന്താണെന്ന് ഓർത്ത് വെച്ചോണം. 44 ഓട്ടോസോമിന് പകരം 45 ഓട്ടോസോം ആയി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നതാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 4 രോഗങ്ങൾ മനസ്സിലായല്ലോ. അതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥയുടെ ബന്ധപ്പെട്ട അതേതാണ്? ഹീമോഫീലിയ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏത്? ഗ്ലൂക്കഗോൺ, ഇൻസുലിൻ, മെലാറ്റോണിൻ, വാസോപ്രസിൻ. ഇത് 3 ഹോർമോൺസ് ആണ്. നമുക്കറിയാം ഷുഗർ ലെവൽ, നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളാണ് ഗ്ലൂക്കഗോണും ഇൻസുലിനും. മനസ്സിലായോ? മെലാറ്റോണിൻ എന്താ? മെലാറ്റോണിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന താളക്രമം നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങാനും എണീക്കാനും ഒക്കെ കാരണം ഈ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനമാണ്. ഓക്കെ, ഇനി വാസോപ്രസിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന വാസോപ്രസിൻ എന്താ? അത് നമ്മുടെ വൃക്കയിൽ കൂടിയുള്ള ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഇത് വാസോപ്രസിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്കറിയേണ്ടത് ഗ്ലൂക്കോസിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോണുകളാണ് ഏതൊക്കെ? ഗ്ലൂക്കഗോണും ഇൻസുലിനും. അപ്പോൾ ഈ ഇത്രയും അറിയാവുന്ന ഒരാൾക്ക് 50-50 ചാൻസ് എടുത്ത് ഇത് രണ്ടും വെട്ടിക്കളയാം. ഇത് രണ്ടും ആൻസർ ചെയ്യുന്ന പോയി, ഇല്ലയോ? ബാക്കിയുള്ളത് നോക്കിയേ, ഗ്ലൂക്കഗോണും ഇൻസുലിനും. ഇവർ രണ്ടുപേരും ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ആരാന്ന് വെച്ചാൽ ആഗ്നേയ ഗ്രന്ഥിയാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനകത്ത് ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാണെങ്കിൽ, മനസ്സിലായോ? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാണെങ്കിൽ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? ഗ്ലൂക്കഗോൺ നേരെ നമ്മുടെ കരളിലോട്ട് പോകും. മനസ്സിലായോ? ഈ കരളിനകത്തുള്ള ഗ്ലൈക്കജനെ എടുക്കും. ഗ്ലൈക്കജനെ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. എന്നിട്ട് അത് രക്തത്തിൽ കൊടുക്കും. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടി നോർമൽ ആവുമല്ലോ. എന്നാൽ ചിലപ്പോഴൊക്കെ ഗ്ലൂക്കോൺ കരളിൽ പോയി ഗ്ലൈക്കജനെ തപ്പാൻ പോയി കഴിഞ്ഞാൽ അവിടെ ആര് കാണത്തില്ല? ഗ്ലൈക്കജൻ കാണത്തില്ല. അവർക്ക് കരളിൽ നിന്ന് ഗ്ലൈക്കജനെ കിട്ടത്തില്ല. ആ അവസ്ഥ വരുമ്പം ഗ്ലൂക്കഗോൺ നേരെ ആരെ പോയി ആശ്രയിക്കും? അമിനോ ആസിഡുകളെ ആശ്രയിക്കും. അമിനോ ആസിഡിനെ ആശ്രയിച്ച് അതിൽ നിന്നാണ് ആരെ ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അതിൽ നിന്നാണ് ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്നത്. നമ്മൾ പോഷണങ്ങൾ പഠിക്കുമ്പം ഈ പോഷണങ്ങളുടെ ഒരു ചാപ്റ്റർ ഉണ്ട് സ്കൂൾ ടെക്സ്റ്റിനകത്ത്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് പ്രോട്ടീനെ കുറിച്ച് ഒരു കാര്യം വായിച്ചിട്ടുണ്ടോ? അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ അഭാവത്തിൽ, ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജ്ജ ഉൽപാദനത്തിനും ആര് സഹായിക്കുന്നു? പ്രോട്ടീൻ സഹായിക്കുന്നു. ഇപ്പം മനസ്സിലായോ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത്? ഇപ്പം മനസ്സിലായല്ലോ. നമുക്കിവിടെ ഗ്ലൂക്കോസ് ഇല്ല, ഗ്ലൈക്കജൻ ഇല്ലെങ്കിൽ അത് പ്രോട്ടീനാണ്. അതിന് പകരം നമ്മൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പം ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്ലൂക്കഗോൺ ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആൻസർ ഏതാ? ഗ്ലൂക്കഗോൺ. ഇനി ഇൻസുലിൻ്റെ ജോലി എന്താ? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറച്ചുകൊണ്ട് വരുന്ന ഹോർമോണാണ് ഇൻസുലിൻ.
ഓക്കെ, ഇനി അടുത്ത ചോദ്യം. സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരെന്ത്? നമ്മൾ കുറച്ച് മുമ്പ് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ അല്ലയോ? ഓപ്ഷൻസിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. ഏതാ? എക്രോ മെഗാലി എന്ന് പറയുന്നത്. ഭീമാകാരത്വം എന്താണെന്ന് നമ്മളവിടെ പറഞ്ഞു, വാമനത്വം എന്താണെന്ന് പറഞ്ഞു. പക്ഷെ പറയാത്ത ഒരു പേര് കൊണ്ടുണ്ട്, ക്രെട്ടിനിസം. ക്രെട്ടിനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. മനസ്സിലായോ? ഈ നവജാത ശിശുക്കളിലോ അല്ലെങ്കിൽ ഗർഭിണികളിലോ തൈറോക്സിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, തൈറോക്സിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപാപചയ പ്രവർത്തനങ്ങളെയൊക്കെ ഉത്തേജിപ്പിക്കുക, കുട്ടികളുടെ കുട്ടികളുടെ തലച്ചോറിന്റെ വികാസത്തിന് സഹായിക്കുക, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക, അതൊക്കെയാണ് തൈറോക്സിന്റെ ജോലി എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്നാൽ ഈ തൈറോക്സിന്റെ അളവ് നവജാത ശിശുക്കളിലോ ഗർഭിണികളിലോ കുറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടികൾ ബധിരനും മൂകനാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ബുദ്ധിമാന്ദ്യം സംഭവിക്കാം, വളർച്ച മുരടിക്കും. ആ അവസ്ഥകളെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ക്രെട്ടിനിസം. മനസ്സിലായോ? അപ്പോൾ തൈറോക്സിന്റെ ഉൽപാദന കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണെന്ത്? ക്രെട്ടിനിസം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എളുപ്പമുള്ള ചോദ്യം. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എപ്പോൾ? ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എപ്പോൾ? എന്നാ? നവംബർ 14, 22, 5, 8. അപ്പോൾ ഏത് ദിവസമാണ് ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്? നവംബർ 14 ഓക്കെ. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. 40-45ഓളം ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അതുമായിട്ടുള്ള കണക്റ്റിംഗ് ഫാക്ട്സ് നമ്മൾ പറഞ്ഞു. അപ്പം അത്യാവശ്യം ബയോളജിയിൽ നിന്നും പല ഭാഗത്തു നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളും മുമ്പ് ഫോഴ്സ് എക്സാമുകൾക്കും +2 ലെവൽ എക്സാമുകൾക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നമ്മൾ പഠിച്ചു. അതുമായിട്ട് കണക്ട് ചെയ്ത് കുറേ ഫാക്റ്റുകളും പഠിച്ചു. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും ഇതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി.